വിഷയത്തിനുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാം തരത്തിലെ ഒരു കുട്ടി എന്നുള്ളതിനെ നമുക്ക് ഭാഷാ പഠനവുമായി മാത്രം കൂട്ടിക്കെട്ടാൻ പറ്റില്ല. കാരണം ഒന്നാം തരത്തിലെ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടാം തരത്തിലെ ഒരു കുട്ടി എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഉള്ളിൽ ഒതുക്കാവുന്ന ഒരു പ്രതിഭാസമല്ല. അവര് എല്ലാത്തിനെയും സമഗ്രമായിട്ടാണ് കാണുക. അവര് കാണുന്ന രൂപത്തിൽ മാത്രമേ നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാനും അവരിൽ എന്തെങ്കിലും പരിവർത്തനം വരുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും സാധിക്കും. അതാണ് ശരിയായിട്ടുള്ളത്. അവരൊന്ന് ചിന്തിക്കുകയും നമ്മൾ മറ്റൊന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമ്മളും ഈ കൊച്ചുകുട്ടികളും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുകയും അവര് വെറും അനുസരണയോടുകൂടി ഇരിക്കുന്ന കുട്ടികളായി മാത്രം മാറുകയും അവരുടെ ഉള്ളിൽ വിദ്യാഭ്യാസ പരിവർത്തനങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നത് ഏത് പഠന പ്രക്രിയയുടെയും അടിസ്ഥാനമാണ്. അത് മുതിർന്നവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും. അതുകൊണ്ട് ഭാഷാ പഠനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും നമുക്ക് ഭാഷാ പഠനത്തിൽ മാത്രമായിട്ട് വർത്തമാനം പറയാൻ പ്രയാസമാണ്. എന്നാൽ അതിൽ ഭാഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് നമുക്ക് ആ ഘടകത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പൊതുവെ ഈ കുട്ടികളുടെ പരിചരണവും വിദ്യാഭ്യാസവും ഇടപെടലുകളും ഒക്കെ നമുക്ക് ചെറിയ സമയം കൊണ്ട് ഒന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, ഈ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഒക്കെ നടത്തി മൊത്തത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് വലിയ തോതിൽ മാറിയിട്ടുണ്ട്. മലബാറിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഇനിയും ആ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. വേണ്ടത്ര ആയിട്ടില്ല. പുതിയ പോസ്റ്റും കുട്ടികൾ കുറവും ഒക്കെയുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ സ്ഥിതി ദയനീയമാണ്. പക്ഷെ അവർക്ക് ഒരു മാച്ചിങ് ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു ഗ്രാന്റ് എയ്ഡഡ് സ്കൂളുകാർക്ക് പോലും കിട്ടും. പക്ഷെ അതിന് അവർ കുറച്ച് ഫണ്ട് മൊബിലൈസ് ചെയ്യണം. ആ ചെയ്യുന്നതിന്റെ അത്രയും പൈസ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സ്വകാര്യ മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലായതുകൊണ്ട് അതിന്റെ ആസ്തികളും മറ്റും അവർക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഏത് ഗവൺമെന്റിനും അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെ പിന്നെ സർക്കാരിലേക്ക് സ്ഥലം എഴുതി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ നൂലാമാലകളും വിദ്യാഭ്യാസ നിയമത്തിന്റെ പരിമിതികളും ഒക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും വേണ്ടത്ര ഗവൺമെന്റ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിനനുസരിച്ചിട്ട് വികസിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് മുഖാമുഖം നിന്നിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളാണ്. ഞാനിപ്പം നടത്തുന്ന നിങ്ങളിരിക്കുന്ന ഈ ക്ലാസ്സിൽ പോലും അതിന്റെ ഒരു പരിമിതി ഉണ്ട്. കാരണം ഒരു കുറെ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം അത് എങ്ങനെയാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത് എന്ന് ഇത് പറയുന്നയാൾക്ക് മനസ്സിലാവും. അവരുടെ ഭാവം കൊണ്ട്, അവരുടെ കണ്ണിന്റെ ചലനങ്ങൾ കൊണ്ട്, അവരുടെ മറ്റ് ചേഷ്ടകൾ കൊണ്ടൊക്കെ അത് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് ഒരു അവതാരകന് അദ്ദേഹത്തിന്റെ അവതരണത്തെ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഒക്കെ നന്നാക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം അത് സാധിക്കുന്നില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു പരിമിതിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഇരിക്കാനുള്ള സന്ദർഭമായിട്ടില്ല. എത്രയും വേഗമാകുമെന്ന് കരുതട്ടെ. വിദ്യാഭ്യാസം എന്നുള്ളത് ഓൺലൈനായിട്ട് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അത് ഇന്നത്തെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വിദ്യാഭ്യാസം എന്നുള്ളത് നേരിട്ട് മുഖാമുഖം ഇരുന്നു കൊണ്ട് കുട്ടികളും തമ്മിലും, കുട്ടികളും സമൂഹവും തമ്മിലും, കുട്ടികളും അധ്യാപകരും തമ്മിലും, കുട്ടികളും മറ്റു ക്ലാസ്സിലെ കുട്ടികളും ഒരു പ്രദേശത്തെ ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന
നിരന്തരമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വികസിക്കുക. അപ്പം നമ്മൾ നോക്കുക, ഒന്നാം തരത്തിൽ എത്തുന്ന ഒരു കുട്ടി ആരാണ് ഈ കുട്ടി? അത് പരിശോധിച്ചുകൊണ്ടേ നമുക്ക് ഭാഷയായാലും ഗണിതമായാലും പരിസര പഠനമായാലും എന്തായാലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഞാനത് ഒന്ന് 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 സൂചിപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അളവറ്റ ജിജ്ഞാസയും അന്വേഷണ താല്പര്യവുമുള്ള ഒരു കഥാപാത്രമാണ് ഒന്നാം തരത്തിലെ കുട്ടി. ഏത് കുട്ടിയായിക്കോട്ടെ, ആ കുട്ടിക്ക് പലതും കൗതുകമാണ്, വലിയ ജിജ്ഞാസയുണ്ട്. അതെന്താണ് ഇതെന്താണ് എന്ന് ഒരു പക്ഷേ എന്താണ് ക്ലാസ്സിലെ അച്ചടക്കത്തിന്റെ പേരിൽ ചിലരൊന്നും പറഞ്ഞില്ല എന്ന് വരില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സ്വഭാവം ചലനാത്മകമാണ്. നിങ്ങൾക്ക് അധിക നേരം അവരെ ഒരു സ്ഥലത്ത് ഇരുത്തിക്കളയാം എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരുത്തുന്നുണ്ടെങ്കിൽ അത് അവർക്കുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ചെറുതല്ല, വളരെ കൂടുതലാണ്. സ്നേഹവും അംഗീകാരവും ഒക്കെ എത്ര കൊടുത്താലും അത് മതിയാവില്ല അവർക്ക്. അത് ഇനിയും ഇനിയും വേണമെന്ന് കരുതുന്ന ആളുകളാണ്. കുട്ടികളുമായി ഒത്തുചേർന്നുള്ള കളികളിലും പ്രവർത്തനങ്ങളിലുമാണ് അവർക്ക് ഏറ്റവും താല്പര്യമുണ്ടാവുക. ശ്രദ്ധിക്കാനുള്ള ദൈർഘ്യം, ഒരുപാട് നേരം ഒരേ കാര്യം തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്തെങ്കിലും കൈകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പ്രവർത്തിക്കുന്നതാണ് അവർക്കിഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ടീച്ചറുടെ മുമ്പിൽ ഇങ്ങനെ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്നതിനല്ല അവർക്ക് താല്പര്യം, പ്രവർത്തിക്കുന്നതിനാണ്. കഥയോടും പാട്ടിനോടും വലിയ താല്പര്യമാണ്. അഭിനയിക്കാൻ അവരും നമ്മുടെ കൂട്ടത്തിൽ അഭിനയിക്കും. വരും വരായികളെ കുറിച്ചിട്ട് വലിയ ബോധമൊന്നുമില്ല. അപകടം ഉണ്ടാക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പത്തിലായി പോവോ എന്നൊന്നും അവർക്ക് വലിയ ചിന്തയില്ല. എന്നുവെച്ചാൽ പേടി എന്ന് പറയുന്നത് അത്രമാത്രം ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പേടിപ്പിച്ചിട്ട് പിന്നെ നമ്മളെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് പേടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ചെറിയ ചെറിയ സൃഷ്ടികളൊക്കെ നടത്താനുള്ള താല്പര്യമുണ്ട്. അത് വരയ്ക്കാനായാലും എഴുതാനായാലും ചിത്രം വരയ്ക്കാനായാലും പാട്ടുപാടാനും ആവിഷ്കാരങ്ങൾക്കൊക്കെയുള്ള താല്പര്യങ്ങൾ. അവയവങ്ങൾ തമ്മിൽ ഏകോപനത്തിനുള്ള ശേഷിയൊക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. ചില കുട്ടികൾക്ക് അത്ര ഉണ്ടായിന്ന് വരില്ല, പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. ചിലർക്ക് എല്ലാ വിരലിനും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ചലനം ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ മിക്കവാറും കുട്ടികൾക്ക് ആ ചലനങ്ങൾക്കൊക്കെ ഉണ്ടാവും. വൈകാരികമായ നിയന്ത്രണത്തിന്റെ ശേഷി എല്ലാവരിലും ഒരുപോലെ ഉണ്ടാവുകയില്ല. ചിലർ കരയാൻ തുടങ്ങിയാൽ കരച്ചിൽ നിൽക്കുകയില്ല. ചിലർ ചിരിക്കാൻ തുടങ്ങിയാൽ ചിരി നിർത്താൻ വലിയ പ്രയാസമാണ്. ആ അന്തരീക്ഷം മാറ്റി നമുക്ക് ക്ലാസ്സിലെ മറ്റു അന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ കുറെ അധികം പണിയെടുക്കേണ്ടി വരും. അപ്പം വടിയെടുത്തിട്ട് മേശയ്ക്ക് അടിക്കലും പിന്നെ എല്ലാവരും സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ എന്നൊക്കെ യാന്ത്രികമായി പറയേണ്ടിയൊക്കെ വരുന്ന സന്ദർഭങ്ങൾ നമുക്കൊക്കെ ഒരുപാടുണ്ടായി. ചോദ്യം ചോദിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനയാണ്. നല്ല ഭാവനയും സർഗാത്മകതയുമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ വിചാരിപ്പിക്കുകയും അത് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യും. സ്വാതന്ത്ര്യമാണ് അവർക്കിഷ്ടം. അവരെ അങ്ങനെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. കളികളോട് വളരെയധികം താല്പര്യമാണ്. ഇങ്ങനെ നമ്മൾ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവും. ഒരുപാട് സാധ്യതകളുള്ള അല്ലെങ്കിൽ ഇത്തരം എന്താണ് വിചിത്രമായതും എന്നാൽ കൗതുകകരവുമായ ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു പ്രതിഭാസമാണ് ഒന്നാം തരത്തിലെ കുട്ടി. ഈ കുട്ടിയെ പറ്റി, ഇത്തരത്തിലുള്ള കുട്ടികളെ പറ്റിയിട്ട് പിന്നെ മഹാന്മാരായിട്ടുള്ള ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന എന്താണ് കൊമേനിയസ് കുട്ടികളെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കൊമേനിയസ് 1600കളിലാണ്, 17ാം നൂറ്റാണ്ടിലാണ് കൊമേനിയസ് ജീവിച്ചിരുന്നത്. 1633 അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൈപ്പുസ്തകം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മളിപ്പോ എത്ര കൊല്ലായി? 2021 എത്ര വർഷം മുമ്പാണ് അദ്ദേഹം അതിനെ പറ്റി ചിന്തിച്ചത്? അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഗ്രന്ഥങ്ങളിലെ അറിവ് കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതല്ല വിദ്യാഭ്യാസം. അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നമ്മൾ പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുക. അങ്ങനെ തുറന്നു വെച്ചാൽ ഒരു മരത്തിൽ നിന്ന് പുതിയ മുകുളങ്ങൾ ഉണ്ടാവുന്നത് പോലെ അവരിൽ നിന്ന് പുതിയ മുകുളങ്ങളും ഇലകളും പൂക്കളും കായ്കളും
അവയുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും. അപ്പൊ പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുകയാണ് നമ്മൾ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന്, ഭാഷാ പഠനം നടത്തുന്നതിന് വേണ്ടത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റുപാട്, ആ ചുറ്റുപാടിലേക്ക് തുറന്നു വെക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആണ് വളരെ സമ്പന്നമായ ഇലകളും കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്നത് പോലെ ആ കുട്ടിയിൽ നിന്ന് വളരെ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള കഴിവുകളും പുറമേക്ക് വരും. കുട്ടികളുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു മഹാനാണ് ജീൻ ജാക്കസ് റൂസോ. റൂസോ എന്ന് പറയും. റൂസോ ആണ് കുട്ടികളെ എന്താണ് പ്രവർത്തിച്ചു പഠിക്കാനുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നമ്മളെ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ചെറിയ കുട്ടിയും, ഒന്നാം തരത്തിലെ കുട്ടിയും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാനാണ് എല്ലാം അറിയാവുന്ന ആള് എന്നാണ്. എല്ലാത്തിന്റെയും മാസ്റ്റർ ഞാനാണ് എന്നാണ് ആ കുട്ടി കരുതുക. മുതിർന്നവരെന്താ വിചാരിക്കുന്നത്? ഇവനൊന്നും അറിഞ്ഞൂടാ, ഇവക്കൊന്നും അറിഞ്ഞൂടാ, എനിക്കാണ് എല്ലാം അറിയുന്നത് എന്നാണ് ടീച്ചറും രക്ഷിതാവും മുതിർന്ന ആൾക്കാരും ഒക്കെ ഈ കുട്ടിയെ അങ്ങനെയാണ് സമീപിക്കുന്നത്. കുട്ടി കരുതുന്നത് എന്താണ്? എനിക്കാണ് എല്ലാം അറിയാം, അപ്പൊ ഞാനാണ് മാസ്റ്റർ എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. ടീച്ചറോ അല്ലെങ്കിൽ മുതിർന്നവരോ വിചാരിക്കുന്നത് ഞാനാണ് മാസ്റ്റർ എന്ന്. അപ്പൊ ഉണ്ടാകുന്ന വൈരുദ്ധ്യം വളരെ വലുതാണ്. അവരുടെ അവകാശവാദത്തിന് മുകളിൽ നമ്മുടെ അവകാശവാദങ്ങളും നമ്മുടെ വ്യാമോഹങ്ങളും നമ്മുടെ താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് വരും. കൊമേനിയസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഈ LP ക്ലാസ്സിലെ 1ഉം 2ഉം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സമ്പന്നമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരുക്കി കൊടുത്താൽ വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം പ്രകൃതിയായാൽ ആ പ്രകൃതിയെ നിരീക്ഷിക്കാനും ചോദ്യം ചെയ്യാനും തൊടാനും മണക്കാനും ഒക്കെയുള്ള സന്ദർഭം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ആ കുട്ടിയിൽ നിന്ന് നന്മകൾ മാത്രമേ പുറത്തു വരൂ. ഒരു കുട്ടിയും ജനിക്കുമ്പോൾ തിന്മയോട് കൂടിയിട്ടല്ല ജനിക്കുന്നത്. തിന്മ പിന്നെ നമ്മൾ ഇൻജക്ട് ചെയ്യുകയാണ്. അവരിലേക്ക് സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ അവരിലേക്ക് തിന്മകൾ അടിച്ചേൽപ്പിക്കുകയാണ്. ജന്മസിദ്ധമായ എല്ലാ കുട്ടികളും നന്മ നിറഞ്ഞ കുട്ടികളാണ്. അവരിലേക്ക് നമ്മൾ മുതിർന്നവരും നമ്മുടെ സമൂഹവും ഒക്കെ തിന്മകൾ കൊടുക്കുകയാണ്. അപ്പം ഈ കാലത്ത് അവരെ കൃത്രിമമായ വിദ്യാഭ്യാസം കൊണ്ട്, അതായത് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ വലിയ വലിയ ഭാരമുള്ള കല്ലുകൾ അവരുടെ തലയിൽ എടുത്തു വെക്കരുത്. ഔപചാരിക വിദ്യാഭ്യാസം 1ആം ക്ലാസ്സിൽ നിന്ന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അനൗപചാരികവും ഔപചാരികവുമായ സമ്മിശ്രമായ ഒരു 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 സമീപന രീതിയാണ് 1ആം ക്ലാസ്സിൽ വേണ്ടത്. അപ്പം അതുകൊണ്ട് ഇവര് എന്താണ്, ഇന്നയാളെ കുട്ടിയാണ്. നമ്മളെ കൗസല്യന്റെയും ദാമോദരന്റെയും കൂടി കുട്ടിയാണ്. അപ്പൊ കൗസല്യന്റെ ചെറിയ പതിപ്പാണ്, ദാമോദരന്റെ ചെറിയ പതിപ്പാണ് ഈ കുട്ടി എന്ന് ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. ഈ കുട്ടിക്ക് കുട്ടിയുടേതായ ഒരു പൂർണ്ണതയുണ്ട്. 1ആം തരത്തിലെ കുട്ടിക്ക് ഒരു കുട്ടിയുടേതായ പൂർണ്ണതയുണ്ട്. അത് ഒരു വലിയ ആളുടെ ഒരു ചെറിയ പതിപ്പല്ല. അവരിൽ നിന്നും വ്യത്യസ്തതകൾ ഒരുപാടുണ്ടാവും ഈ കുട്ടിക്ക്. നമ്മൾ കല്യാണപ്പുറയിലൊക്കെ കവർ കൊടുക്കുമ്പം ഒരു ചെറിയ കവറായി പോയി, എന്നാൽ ഒരു വലിയ കവറുണ്ട്. ഒരു വലിയ കവറും ഒരു ചെറിയ കവറും. വലിയ കവറിന് 4 മൂലയുണ്ട്, ചെറിയ കവറിന് 4 മൂലയുണ്ട്. അതിന് തുടക്കാം മറക്കാം, അതിലും പൈസ ഇടാം ഇതിലും പൈസ ഇടാം. ഒന്നിൽ കൂടുതൽ കൊള്ളും, ഒന്നിൽ കുറച്ചേ കൊള്ളും. അത് രണ്ടും ധർമ്മം ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്ന മട്ടിലല്ല കുട്ടി. വലിയ കവറിനെ അച്ഛനായിട്ടും വലിയ കവറിനെ അമ്മയായിട്ടും ചെറിയ കവറിനെ കുട്ടിയായിട്ടും സങ്കല്പിക്കാൻ സാധ്യമല്ല. കുട്ടി അവരിൽ നിന്ന് അവരുടെ ഒരുപാട് സ്വഭാവങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു പൂർണ്ണതയുള്ള കഥാപാത്രമാണ് ഈ കുട്ടി. അതുകൊണ്ട് ഈ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ റൂസോ പറഞ്ഞത്. നമ്മളെ 1ആം ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികൾ ഇപ്പം LKG UKG ആണ്. LKG UKG എന്നൊന്നും പറയാനുള്ള ഒരവകാശവും നമുക്ക് ആർക്കും ഇല്ല. കാരണം LKG UKG കിൻഡർ ഗാർട്ടൻ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ള ഫ്രോബല് പറയുന്നതും നമ്മുടെ ഈ LKG UKG എന്ന ബോർഡ് വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഫ്രോബലറ്റാൻ ഇപ്പം മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ അയാള് ഒരു 100 പ്രാവശ്യം സ്വയം വെടിവെച്ച് മരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും തൂങ്ങിച്ചാവുമായിരുന്നു.
അതെന്തിനാ നിങ്ങൾ ചോദിക്കുക? ഒരു പ്രാവശ്യം ചത്തിയാക്ക് പിന്നെ ചാവാൻ പറ്റില്ല. വീണ്ടും അയാൾ പിന്നെ മരിക്കാണ്ട് സ്വസ്ഥത കിട്ടാണ്ട് വീണ്ടും വീണ്ടും മരിക്കുമായിരുന്നു. അത്രയും വികലമായിട്ടാണ് നമ്മുടെ LKG UKGകളിലൊക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ആ കുട്ടികളെ പിന്നെ എന്താണ് അടക്കി ഇരുത്തി നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. കളികളിലൂടെ, ഉപകരണങ്ങളിലൂടെ അവർക്ക് കളിയാണ് ഏറ്റവും പ്രധാനം എന്ന സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഒരു മെഴുകിനെ പോലെയോ ഒരു കളിമണ്ണിനെ പോലെയോ അവരെ എന്തും ആക്കിക്കളയാം എന്ന വിചാരം ആർക്കും പാടില്ല എന്നാണ് കിൻഡർ ഗാർട്ടന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഫ്രോബല് പറഞ്ഞത്. എന്നാൽ ഇന്ന് LKGയിലും UKGയിലും ചേർക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെയും അവരെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെയും ഒക്കെ ലക്ഷ്യം ഇവരെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ പലതും ആക്കി കളയാം എന്നാണ്. മാതൃഭാഷയിൽ നിന്ന് അപ്പുറത്തുള്ള പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാമെന്നാണ്. അവരുടെ താല്പര്യമോ അവരുടെ അഭിപ്രായങ്ങളോ ചോദിക്കാതെ അവരെ എന്തുമാക്കി കളയാമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനിതൊന്നും പറയുന്നില്ല. നമ്മൾ വിദേശ മഹാന്മാരെ പറ്റിയല്ല. ടാഗോറും ഗാന്ധിജിയും ഒക്കെ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള മഹാനാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി. മാതൃഭാഷയിൽ കൂടി ആയിരിക്കണം അവരെ പഠിപ്പിക്കേണ്ടത്. പ്രകൃതിയിൽ ആയിരിക്കണം അവരെ ഇടപെടിപ്പിക്കേണ്ടത്. തോട്ടപ്പണിയും ചെടിക്ക് നനയ്ക്കലും ഒക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. അവരെ കൈകാര്യം ചെയ്യുന്ന അധ്യാപിക അമ്മയെ പോലെ സ്നേഹസമ്പന്നയായിരിക്കണം. അമ്മ എന്ന് വിളിക്കാൻ കുട്ടികൾക്ക് തോന്നുന്ന തരത്തിലുള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ ആ മാതൃത്വമുള്ള പുരുഷന്മാരുണ്ട്, ആ പുരുഷന്മാരായിരിക്കണം. അങ്ങനെയുള്ള ആളുകളായിരിക്കണം അവരെ കൈകാര്യം ചെയ്യേണ്ടത്. ചുറ്റുപാടുമായി ബന്ധിപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ടാഗോർ പറഞ്ഞത് പ്രകൃതിയുടെ മടിത്തട്ടിൽ കുട്ടികളെ കിടത്തുക. ഒരമ്മയുടെ മടിത്തട്ടിൽ എങ്ങനെയാണോ കുട്ടികൾ കിടന്നുറങ്ങുന്നത് അതുപോലെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുവച്ച് കൊടുക്കുക. അതായത് റൂസോയും കൊമേനിയസും ഒക്കെ പറഞ്ഞതിന്റെ വേറൊരു രൂപത്തിലുള്ള വലിയ മഹത്തായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ഈ കുട്ടികൾ. ഞാൻ കുട്ടി ആരാണ് എന്നതിനെ പറ്റിയിട്ടാണ് ആദ്യം ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് പറയാൻ ശ്രമിച്ചത്. ഇവരുടെ ഭാഷാപരമായ ശേഷി എന്തൊക്കെയാണ്? ഒന്നാം തരത്തിലെത്തുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ ശേഷിയുണ്ട്? ഭാഷാപരമായ ശേഷി ഒരുപാട് ശേഷിയുണ്ട്. ആയിരക്കണക്കിന് വാക്കുകൾ അവർക്കറിയാം. അവര് വളരെ കൃത്യമായി വാക്യങ്ങൾ പറയും. ഗ്രാമറോടുകൂടി, വ്യാകരണത്തോടുകൂടി, തെറ്റില്ലാണ്ട് കൃത്യമായിട്ട് പറയും. കോളിംഗ് ബെല്ല് കേട്ടിട്ട് വാതിൽ തുറക്കുന്ന കുട്ടി വേറൊരാളെ കണ്ടിട്ട് ആയേ ഞാൻ വിചാരിച്ചു അച്ഛനാണ്, ആയേ ഞാൻ വിചാരിച്ചു അച്ഛനാണെന്ന് തോപ്പിൽ ബാസിയും KT മുഹമ്മദും അല്ലെങ്കിൽ പിന്നെ സച്ചിദാനന്ദ മാഷും ഒക്കെ പറയുന്ന ഭാഷ തന്നെയാണ്. അല്ലെങ്കിൽ ഉറൂബും പിന്നെ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറും MT വാസുദേവൻ നായരും ഒക്കെ പറയുന്ന വാക്യവും ആ കുട്ടി പറഞ്ഞ വാക്യവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആ ഒന്നാം തരത്തിലെ കുട്ടി വാതിൽ തുറന്നു ഞാൻ കരുതി അച്ഛനായിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഭാഷയെ എടുത്ത് അമ്മാനമാടുന്ന നമ്മുടെ നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സാഹിത്യകാരന്മാർ പറയുന്ന അതേ വാക്യമാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ കുട്ടി ഭാഷാപരമായി, ഞാനത് വിസ്തരിക്കുന്നില്ല, ഇത്തരം കഴിവുകൾ, ഭാഷാപരമായ കഴിവുകൾ സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടി നേടുന്നത്? കുട്ടി ഇടപെടുന്ന ചുറ്റുപാട്, ആ ചുറ്റുപാടിലെ പിന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പല പ്രതിഭാസങ്ങളുണ്ട്. അതിൽപ്പെട്ടവരാണ് അച്ഛനും അമ്മയും തന്റെ സ്നേഹിതന്മാരും അടുത്ത വീട്ടിലെ ആൾക്കാരും അവരുടെ ബന്ധുക്കളും അവരുടെ കടകളിലുള്ള ആൾക്കാരും അവർ യാത്ര ചെയ്യുന്ന വഴികളിലുള്ള ജീവജാലങ്ങളും ഒക്കെ ഈ ചുറ്റുപാടിൽപ്പെട്ടതാണ്. അപ്പൊ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടാണ് കുട്ടി വളരുന്നത്. ആ ചുറ്റുപാടുമായി ബന്ധപ്പെടുന്നതിലൂടെ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ കേൾക്കുക, ധാരാളം കേൾക്കാനുള്ള അവസരങ്ങൾ ലഭിച്ച കുട്ടികളാണ് വരുന്നത്. അപ്പം അവരൊക്കെ പറയുന്നതിനുള്ളിലുള്ള ശബ്ദങ്ങളും പദങ്ങളും വാക്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് ഈ കുട്ടികൾ. അപ്പൊ ആ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ നിന്ന് അവരുടെ മനസ്സിൽ തട്ടുന്ന ചില പ്രയോഗങ്ങൾ, ചില പദങ്ങളൊക്കെ അവര് വീണ്ടും എടുത്ത് പ്രയോഗിക്കും. എങ്ങനെയാ പ്രയോഗിക്കുക? അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവര് ആ വാക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ശരിയാണെന്ന് ചുറ്റുപാടുമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായാൽ അവരത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഊഹിക്കുകയാണ് ഈ വാക്ക് ഇവിടെയാണോ ഉപയോഗിക്കേണ്ടത്, അത്
ഒരു മിന്നലാട്ടം പോലെ അവരുടെ തലയിലൂടെ ഇങ്ങനെ അങ്ങ് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തന്റെ ചുറ്റുപാടുമായി ബന്ധം. അതുകൊണ്ടാണ് ഭാഷാ പഠനം എന്നുള്ളത് കുട്ടിയുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് മാത്രമേ വികസിക്കുകയുള്ളൂ. ഭാഷാ പഠനം മാത്രമല്ല, ഗണിത പഠനവും ശാസ്ത്ര പഠനവും എല്ലാ പഠനങ്ങളും ചുറ്റുപാടുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എങ്ങനെയാണ് കുട്ടി ഒന്നിലെത്തുന്നതിന് മുമ്പ് ഭാഷ പഠിച്ചത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കുട്ടി ഒന്നിലെത്തുന്നതിന് മുമ്പ് നല്ല വാക്യങ്ങളും നല്ല വാക്കുകളും ഒക്കെ പറയാൻ അത് സ്വായത്തമാക്കാനുള്ള കഴിവ് നേടിയത്? വ്യാകരണത്തിന്റെ ഒരു ശാസ്ത്രവും പഠിപ്പിക്കാതെ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഈ വ്യാകരണം കൃത്യമായി, വാക്യഘടന, കർത്താവും കർമ്മവും ക്രിയയും ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? പ്രകൃതിയുമായി, ചുറ്റുപാടുമായി, പരിസരവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഭാഷാ പഠനത്തെ സജീവമാക്കാൻ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടിയെ ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് വളർത്തുക, പരിസരവുമായി ബന്ധിപ്പിച്ച് വളർത്തുക. അവിടെ നിരീക്ഷിക്കാനും ശബ്ദം കേൾക്കാനും തൊടാനും അന്വേഷിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുക. എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ വികാസം പ്രത്യേകിച്ച് 1-2 ക്ലാസ്സുകളിൽ സവിശേഷമായ പ്രാധാന്യത്തോടു കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് വികസിപ്പിക്കാൻ സാധിച്ചാൽ ഭാഷാ പഠനത്തിന്റെ അടിസ്ഥാനം ഭദ്രമാവും. കണ്ണുണ്ടായാൽ പലതും കാണാം, കാതുണ്ടായാൽ പലതും കേൾക്കാം, നല്ലതു നല്ലതു കണ്ടിടാം, നല്ലതു നല്ലതു കേട്ടിടാം. കണ്ണുണ്ടായാൽ പലതും കാണാം, കാതുണ്ടായാൽ പലതും കേൾക്കാം, നല്ലതു നല്ലതു കണ്ടിടാം, നല്ലതു നല്ലതു കേട്ടിടാം. മൂക്കുകൊണ്ടു മണത്തറിയാം, തൊലിയുണ്ടെങ്കിൽ തൊട്ടറിയാം. മൂക്കുകൊണ്ടു മണത്തറിയാം, തൊലിയുണ്ടെങ്കിൽ തൊട്ടറിയാം. എല്ലാ മണവും നറുമണമാവാൻ ചുറ്റും നന്മകൾ പൂക്കേണം. എല്ലാ മണവും നറുമണമാവാൻ ചുറ്റും നന്മകൾ പൂക്കേണം. കണ്ണുണ്ടായാൽ പലതും കാണാം, കാതുണ്ടായാൽ പലതും കേൾക്കാം, നല്ലതു നല്ലതു കണ്ടിടാം, നല്ലതു നല്ലതു കേട്ടിടാം. നാക്കുകൊണ്ടു രുചിച്ചറിയാം, എരിവും പുളിയും അറിഞ്ഞിടാം. നാക്കുകൊണ്ടു രുചിച്ചറിയാം, എരിവും പുളിയും അറിഞ്ഞിടാം. നല്ലതു നല്ലതു തിന്നാൻ ദിനവും വേലകൾ പലതും ചെയ്യണം. നല്ലതു നല്ലതു ചെയ്യാൻ ദിനവും വേലകൾ പലതും ചെയ്യണം. കണ്ണുണ്ടായാൽ പലതും കാണാം, കാതുണ്ടായാൽ പലതും കേൾക്കാം, നല്ലതു നല്ലതു കണ്ടിടാം, നല്ലതു നല്ലതു കേട്ടിടാം. തൊട്ടതു മുഴുവനും അറിവായി മാറ്റാൻ തൊട്ടു പഠിച്ചു തുടങ്ങുക നാം. കണ്ടതു മുഴുവനും അറിവായി മാറ്റാൻ കണ്ടു പഠിച്ചു തുടങ്ങുക നാം. ചെയ്തതു മുഴുവനും അറിവായി മാറ്റാൻ ചെയ്തു പഠിച്ചു തുടങ്ങുക നാം. കണ്ടു പഠിച്ചു തുടങ്ങുക നാം. കേട്ടു പഠിച്ചു തുടങ്ങുക നാം. ചെയ്തു പഠിച്ചു തുടങ്ങുക നാം. കണ്ണുണ്ടായാൽ എന്ന് പോകുന്നു ആ പാട്ട്. അത് ഞാനും കുട്ടികളും കൂടി ഉണ്ടാക്കിയ പാട്ടാണ്. മുമ്പ് സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളുടെ വളരെ ഫലപ്രദമായ ഉപയോഗമാണ് 1ാം തരത്തിലെത്തിയ കുട്ടി നേടിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് 1ാം ക്ലാസ് എന്ന് പറയുന്നത്. 1ഉം 2ഉം. അപ്പം ഇത് ഭാഷാ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കുട്ടി എല്ലാ കഴിവും ഉള്ളിലേക്ക് എടുക്കുന്നത്. അതിന്റെ ഉപകരണങ്ങളാണവ. ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിന്റെയും താരതമ്യത്തിന്റെയും
പിന്നെ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ മനസ്സ് നിറയുക. ആ മനസ്സ് നിറയുമ്പം ഉണ്ടാകുന്ന സ്വതസിദ്ധമായ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള നിർഭയമായ പ്രകടനമാണ് ആശയവിനിമയത്തിന്റെ ഭാഷാരൂപമായിട്ട് മാറുന്നത്. അപ്പം ശാസ്ത്രീയമായി ഒരു കുട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വളർച്ചയുടെ നിദാനം എന്ന് പറയുന്നത് ഒന്നിലെത്തുന്നതിന് മുമ്പാണ്. ആ സന്ദർഭത്തിലാണ് കുട്ടിയുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത്. നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്, പരസ്പര ബന്ധത്തിന്, ആശയവിനിമയത്തിന്റെ ബന്ധത്തിന് നമ്മൾ സിനാപ്സിക ബന്ധങ്ങൾ എന്നാണ് പറയുക. ആ സിനാപ്സിക ബന്ധങ്ങൾ ഫലപ്രദമാകണമെങ്കിൽ സമ്പൂർണമായ പോഷകാഹാരം ഈ കുട്ടികൾക്ക് ലഭിക്കണം. അപ്പൊ ഭാഷാ പഠനവും പോഷകാഹാരവും തമ്മിൽ ബന്ധവും. നമ്മൾ കേവലമായ ഭാഷ പഠിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഒരു സമഗ്രതയിൽ നമ്മൾ കാണണം. പോഷകാഹാര ലഭ്യത കുറഞ്ഞ ഒരു കുട്ടിക്ക് മൊത്തത്തിൽ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ മുന്നേറാൻ പ്രയാസമുണ്ട്. ഉയരവും തൂക്കവും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യ രാജ്യത്തെ കുട്ടികൾക്ക് വളരെ സങ്കീർണമാണ്, വളരെ കൂടുതലാണ്. ആ കുട്ടികളുടെ ഭാഷാ പഠനശേഷിയും ഗണിത പഠനശേഷിയും എല്ലാത്തിലും അത് നിഴലിക്കും എന്നുള്ളത് ഉറപ്പമാണ്. അതോടൊപ്പം ഓരോ കുട്ടിക്കും ഒരു പഠന പരിസരമുണ്ട്. ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സാംസ്കാരികമായ പാരമ്പര്യം, അവരുടെ ഭാഷാപരമായ പ്രത്യേകതകൾ, ഇതൊക്കെ കുട്ടിയെ സ്വാധീനിക്കും. അപ്പൊ ഒരു കുട്ടി മിടുക്കത്തിയാണ് മിടുക്കത്തി അല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ആ കുട്ടിയുടെ പഠന പരിസരം, സാമ്പത്തിക പരിസരം, സാംസ്കാരിക പരിസരം, ആ കുട്ടിയുടെ വീട്ടുകാരുടെ ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, അവരുടെ അച്ഛനോ അമ്മേന്റെ അമ്മയോ ഒന്നും ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടൊന്നും ഉണ്ടാവുകയില്ല. ആദ്യമായി സ്കൂളിൽ പോയ കുട്ടികളായിരിക്കും ഇവരുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പം ഈ തലമുറകളോളം ഈ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം ലഭിച്ചിട്ടുള്ളവരുടെ ഇങ്ങേ തലയ്ക്കലുള്ള അച്ഛനമ്മമാർക്കൊക്കെ ഭാഷാപരമായിട്ടും മറ്റും കുറെ കൂടി ഉയർന്ന ഒരു സാംസ്കാരിക മൂല്യം ഉണ്ടാവും. ഞാനത് അത് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല പറയുന്നത്. നല്ല പഠിച്ച ആൾക്കും സാംസ്കാരിക മൂല്യം കുറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഭാഷാപരമായ കഴിവുകളോ ഉണ്ടാവുന്നതിന്റെ അതിന്റെ ഉടമസ്ഥത ആ കുട്ടിയുടേത് മാത്രമല്ല, ആ കുട്ടിയുടെ പഠന പരിസരത്തിന്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവും ഭാഷാപരമായി ആ കുട്ടിയുടെ കുടുംബത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന പരിസര പഠനാത്മകമായിട്ടുള്ള അനുഭവത്തിന്റെ പോരായ്മയും മികവും ആ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കും. ഒരു ടീച്ചർ ഒരു ഗവേഷകയാണ്, ഒരു ഡോക്ടറാണ്. അപ്പൊ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പെശകുകൾ സംഭവിച്ചാൽ, തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന് പരിഹാരം ചെയ്യാൻ, ആ കുട്ടിയെ ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒന്നാം തരത്തിൽ എത്തുന്ന കുട്ടി ആരാണ്? ആ കുട്ടിക്ക് ഭാഷാപരമായ ഒട്ടനവധി ശേഷികളുണ്ട്. ആ ശേഷികൾ എങ്ങനെയാണ് വളർന്നത്? സ്വാഭാവികമായിട്ട് ആ ശേഷികൾ വളരാനിടയായ സാഹചര്യങ്ങളെ നമ്മുടെ ക്ലാസ് മുറികളിലും നമുക്ക് കുറെയൊക്കെ നിലനിർത്താൻ, ഔപചാരിക വിദ്യാഭ്യാസത്തിൽ എല്ലാം നിലനിർത്താൻ പറ്റില്ല. അപ്പം കുറെയൊക്കെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ ഭാഷാ പഠനം കുറേ കൂടി സമർത്ഥമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ഭാഷ? ഭാഷ ആശയവിനിമയത്തിനാണ്. എല്ലാവരുടെയും ആശയവിനിമയം ഒരേ മാതിരിയാണോ? അല്ല, വ്യത്യസ്തമാണ്. ചിലര് ഒരു ഭാവവും ഇല്ലാതെ സംസാരിക്കും. കുട്ടികളൊക്കെ അങ്ങനെയല്ല. കുട്ടികൾ കുറച്ച് അതിഭാവുകത്വത്തിന്റെ ആൾക്കാരാണ്. ഒരു കാക്കയതാ ആലപ്പുറത്ത് ഇരിക്കുന്ന, അല്ലെ ഒരു കാക്കയതാ ആ മരത്തിന് മുകളിൽ ഇരിക്കുക എന്ന് നമ്മൾ പറയുമ്പോ ചെറിയ കുട്ടി പറയാ, ഒരു കാക്ക അയ്യോ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നാ പറയാ കുട്ടി. അപ്പൊ അതിൻ്റെ അകത്ത് നാടകമുണ്ട്, അതില് അനുഭവമുണ്ട്, പലതുമുണ്ട്. ധാരാളം കാക്കകൾ കണ്ട് എന്താണ് ഒരു കാക്കയതാ മരത്തിന് മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരക്കിന്റെ ഇടയ്ക്കുള്ള ഒരു പരാമർശം മാത്രമാണ്. മറ്റേത് ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ കാക്കേന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കും, ഒക്കെ ചെയ്യും. അപ്പം ഇത്തരത്തിൽ പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ, പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മാത്രമേ അറിവ് നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോകാൻ സാധിക്കൂ, ഭാഷാ പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പൊ പഞ്ചേന്ദ്രിയ വികാസത്തിന്റെ ഭാഗമായിട്ട് സമൃദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഒന്നാം തരത്തിലെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടോ? അല്ല ക്ലാസ്സിൽ മാത്രം ഇരിക്കുകയാണോ ചെയ്യുന്നത്? ഒരു പീരീഡ് കഴിഞ്ഞു വേറൊരു ടീച്ചർ വന്നു, അങ്ങനെയാണോ? അല്ല അവിടെ ക്ലാസ് ടീച്ചർ സിസ്റ്റമാണോ? ഒരു ടീച്ചർ കൊണ്ട് തന്നെ
ഈ സ്വൈര്യക്കേട് ഒന്ന് ഇടയ്ക്കൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ ആ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ, പാട്ട് പാടാനോ ചിത്രം വരയ്ക്കാനോ കളിപ്പിക്കാനോ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. കാരണം ഈ കുട്ടി എങ്ങനത്തെ കുട്ടിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഒരു ടീച്ചർക്ക് പല പരിമിതികളും ഉണ്ടാവും. ആ പരിമിതികൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒരു ഗ്രൂപ്പായി കാണുകയാണ്. ഒരു ടീച്ചർ കമ്മ്യൂണിറ്റിയാണ് നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് മൊത്തത്തിൽ. അപ്പം ഏതൊരു ക്ലാസ്സിലും ഒരു ടീച്ചർ തന്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ, തന്റെ പീരീഡ് പോകുമ്പോൾ ആ ടീച്ചറുടെ പരിമിതി പരിഹരിക്കാൻ മറ്റു ടീച്ചർമാർക്ക് സാധിക്കണം. ആ ഒരു കൊടുക്കൽ വാങ്ങൽ അധ്യാപകർ തമ്മിൽ ഉണ്ടാവണം. നല്ല ടീച്ചറാണ്, നന്നായി ചിത്രം വരയ്ക്കും, പക്ഷെ പാട്ട് പാടാനാണ്. അപ്പൊ പാട്ട് പാടാൻ അറിയുന്ന ടീച്ചറെ പാട്ടിന്റെ സന്ദർഭത്തിൽ, കവിതയുടെ സന്ദർഭത്തിൽ, താളാത്മകമായി പാടേണ്ട സന്ദർഭത്തിൽ ആ ടീച്ചറെയും കൂടി ലഭ്യമാകുന്ന സമയത്തിനനുസരിച്ച് വിളിക്കാം. ആ ടീച്ചർ ക്ലാസ്സിൽ വേണമെങ്കിൽ ഈ ടീച്ചർക്ക് അന്നേരം പോയി നിന്നു കൊടുക്കാം. അതിനൊന്നും ഒരു 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 വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉള്ളിൽ ക്രിയാത്മകമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊന്നും ഒരു സംവിധാനവും, വിദ്യാഭ്യാസ സംവിധാനവും എതിരല്ല. കുട്ടികളിൽ അതിന്റെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് ഉഴപ്പാൻ പാടില്ല. ഈ ഒരു സാധ്യത വെച്ചുകൊണ്ട് അവിടെ ഞാൻ പോയി നിന്നോളാന്ന് പറഞ്ഞു അവിടെ പോകാണ്ടായിക്കോളും. അപ്പം ഇത്തരത്തിലുള്ള ഒരു പരസ്പര വിശ്വാസത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയാണ് കേന്ദ്രം നമ്മുടെ പഠനത്തിന്റെ. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ മാറ്റം വരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള എന്താണ് കഴിവുകളുള്ളത്. ഒരു കുട്ടിയും പിന്നോക്കക്കാരിയല്ല. വേണ്ട മാതിരി എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു കുട്ടി പിന്നോക്കക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. അവർക്ക് നമ്മള് പഠന സിദ്ധാന്തത്തിന്റെ ഒക്കെ ഭാഗമായി പഠിക്കുന്നുണ്ടല്ലോ, ബഹുമുഖമായ സിദ്ധിയുണ്ട്. അവർക്ക് ഭാഷാപരമായ ബുദ്ധിയുണ്ട്, അവർക്ക് യുക്തിപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധിയുണ്ട്, അവർക്ക് ദൃശ്യ സ്ഥലപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയുണ്ട്, അവർക്ക് വ്യക്തിയാന്തരമായ ബുദ്ധിയുണ്ട്, ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട്, പ്രകൃതിപരം. അങ്ങനെ 6-7 ബുദ്ധികൾ നമ്മളെ ഗാർഡനർ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്ത പ്രകാരമുള്ളത്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 10-20 കൊല്ലക്കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അപ്പം ഈ ബഹുമുഖമായ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കാൻ ഒരു ടീച്ചർക്ക് സാധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള പോരായ്മ മറ്റു മേഖലയുടെ മെച്ചം കൊണ്ട് പരിഹരിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ടീച്ചറുടെ കയ്യിൽ ഒരു ബുദ്ധി തുറക്കാനുള്ള താക്കോല് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുട്ടികളുടെ കാര്യം അബദ്ധമായിരിക്കും. എല്ലാ ദിവസവും ഒരേ സംഗതി തന്നെ ആവർത്തിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ പാഠങ്ങളൊക്കെ മാറി വരും. ടീച്ചർക്ക് ആകെ അറിയുന്ന പാട്ടും ആകെ അറിയുന്ന കഥയും എത്രയാണെന്ന് 2 ആഴ്ച കൊണ്ട് കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ ടീച്ചർ എടുത്ത് ഇത്രയേ കോളുള്ളൂ എന്ന് ഒരു കുട്ടി വിലയിരുത്തിയാൽ അത് അപകടകരമാണ്. പിന്നെ കുട്ടിക്ക് ടീച്ചറെ ശ്രദ്ധിക്കാൻ തോന്നില്ല. 2 കളി മാത്രമേ ടീച്ചർക്ക് അറിഞ്ഞുള്ളൂ. എപ്പോഴും കുളം കര കുളം ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പോയി കളിച്ചോളി എന്ന് പറയാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പോയി കളിച്ചോളി എന്ന് പറയുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം കൊണ്ട് കുട്ടിയെ കിട്ടുന്നുണ്ടാവുമെങ്കിലും ടീച്ചറേക്ക് അധികം വകുപ്പൊന്നും ഇല്ല എന്ന് കുട്ടിക്ക് നമ്മളെ ഭാഷയിലല്ലെങ്കിലും കുട്ടിക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും ടീച്ചർ ഒരേ കളി തന്നെയാണ് കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ ഉള്ളിലുള്ള അടിസ്ഥാനം ഇല്ല. അപ്പം ബഹുമുഖ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഭാഷാപരമായ ശേഷിയും കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പൊ അതിന് നിരവധി സന്ദർഭങ്ങൾ ഉണ്ട്. ആ സന്ദർഭങ്ങളെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ ബഹുമുഖമായ ബുദ്ധി പ്രയോജനപ്പെടുത്തുമ്പോഴും അതും ഏകദാനമായ രീതി പോരാ. അതിന് നിരവധി സങ്കേതങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താനുണ്ട്. പ്രത്യേകിച്ച് ഭാഷാ പഠനത്തിൽ ഒരുപാട് സങ്കേതങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഏതൊക്കെയാണ് ആ സങ്കേതങ്ങൾ? ഞാൻ നിങ്ങളെ ഈ ഒരു അവതരണത്തിന്റെ അകത്ത് നിങ്ങളെ പാഠഭാഗവുമായി മാത്രം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവതരണത്തിനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ പൊതുവെയുള്ള നിങ്ങൾ ഏത് പാഠഭാഗമായാലും ഏത് യൂണിറ്റ് ആയാലും കൈകാര്യം ചെയ്യുമ്പോൾ അനുവർത്തിക്കേണ്ട ചില അടിസ്ഥാനപരമായ സവിശേഷതകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതിന്റെ ബേസ് ഒന്ന് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ അടുത്ത കാലത്തെ നമ്മളെ പരിശീലനങ്ങളിലും നമ്മളെ ക്ലസ്റ്റർ മീറ്റിങ്ങുകളിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഴത്തിലും ഗവേഷണ ബുദ്ധിയ പരിശോധിക്കപ്പെടുന്നില്ല എന്ന് പല ടീച്ചർമാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഊന്നൽ കൊടുക്കുന്നത്. അപ്പം ഈ ബഹുമുഖ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കണമെങ്കിൽ നമ്മുടെ അധ്യാപനം, നമ്മുടെ ഭാഷാ പഠനം, നമ്മൾ ഏത് അധ്യാപനവും ഒന്നിച്ചുള്ള ഒന്നാം തരത്തിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതി. ഇന്റഗ്രേറ്റഡ് എന്താണെന്നുള്ളത് ആർക്കും വേണ്ടത്ര മനസ്സിലായിട്ടില്ല. പൊളിക്കാത്ത തേങ്ങ പോലെ കിടക്കുകയാണ് ഉദ്ഗ്രഥിത പഠനം എന്നുള്ളത്.
അപ്പം കുറച്ചു നേരം മലയാളം പഠിപ്പിച്ച്, കുറച്ചു നേരം കണക്ക് പഠിപ്പിക്കുക, കുറച്ചു നേരം അങ്ങനെയുള്ളതല്ല. ഏത് വിഷയം എടുത്താലും അതിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകുമ്പം കുട്ടി ലോകത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, കുട്ടി മരങ്ങള്, ചെടികള്, മൃഗങ്ങള്, മണ്ണ്, ആകാശം എന്ന നിലയ്ക്കല്ല ഈ പ്രപഞ്ചത്തെ കാണുന്നത്, ഇതിനെല്ലാം കൂടിയാ കാണുന്നത്. കുറച്ച് കാലം കഴിയുമ്പോഴാണ് അത് സസ്യങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുപോലെ കുട്ടിക്ക് ഭാഷ എന്നോ ഗണിതമെന്നോ പരിസര പഠനമെന്നോ കളി എന്നോ പാട്ടെന്നോ ഇല്ല, എല്ലാം ഒരു തരത്തിലുള്ള കളി തന്നെയാണ്. അപ്പം അത് ഗൗരവമുള്ള ഒരു പഠന പ്രവർത്തനമാണ് കളി എന്ന് പറയുന്നത്, വെറും കളിയല്ല. അപ്പം കളി വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ്. കളികളിലൂടെ എങ്ങനെയാ ഭാഷാ പഠനം നടത്തുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഗൈഡഡ് ആയിട്ടുള്ള കളികൾ, ഭാഷാ പഠനത്തിന് ഉപയോഗിക്കാവുന്ന വളരെ ഗൈഡഡ് ആയിട്ടുള്ള കളികളുണ്ട്, സ്വതന്ത്രമായ കളികളുണ്ട്. ഇതൊക്കെ ഭാഷാ പഠനത്തിന് ഉപയോഗിക്കും. നിങ്ങൾ നോക്കൂ, കുട്ടികളെ ടീമാക്കിയിട്ട് ജയപരാജയങ്ങൾ ഉണ്ടാകും എന്ന് കണക്കിലാക്കിക്കൊണ്ട് അല്പം മത്സര ബുദ്ധിയോടുകൂടി ചില കളികൾ കളിക്കുമ്പോഴാണ് ഞങ്ങളുടെ ടീം ജയിക്കണം എന്ന അത്യാഗ്രഹം കൊണ്ട് ഏറ്റവും ഉചിതമായ ഹ്രസ്വമായ ഭാഷ കുട്ടികൾ പ്രയോഗിക്കുക. ഒരുപാട് നീളത്തിലുള്ള ഒരു പാരഗ്രാഫ് പറഞ്ഞു കൊടുത്തിട്ട് മറ്റോൻ ഇങ്ങോട്ട് കടന്നു വരുമ്പം അതിനെ അതിജീവിച്ചിട്ട് കളി ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൊണ്ട് തന്റെ ടീമിലുള്ള മുഴുവൻ ആളുകളെയും തന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിക്കാൻ പര്യാപ്തമാക്കണമെങ്കിൽ ഏറ്റവും മൂർച്ചയുള്ള, ഏറ്റവും ചുരുങ്ങിയ, ഏറ്റവും കൃത്യമായിട്ടുള്ള വാക്ക് പ്രയോഗിക്കേണ്ടി വരും. അത് സ്വാഭാവികമായും കളികളിലാണ് കുട്ടികൾ ഉപയോഗിക്കുക. അപ്പൊ കളി എന്ന് പറഞ്ഞാൽ ഭാഷാ പഠനത്തിന് വളർന്നു വരുന്ന കുട്ടിക്ക് ചുരുക്കി എഴുത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നേതൃത്വപരമായ ശേഷി, നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ശേഷി, കളിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിക്കാനും മറ്റുള്ള ടീമിനെ തോൽപ്പിച്ച് ഈ ടീമിന് ജയിക്കണമെങ്കിൽ അതിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള യുക്തിപരമായ ബുദ്ധിയും ഗണിതപരമായ ബുദ്ധിയും ഭാഷാപരമായ ബുദ്ധിയും സ്ഥലപരമായ ബുദ്ധിയും ഒക്കെ ബഹുമുഖ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് കളി. കളിയെ കുറിച്ച് പറഞ്ഞാൽ കളി തന്നെ ഉണ്ടാവും. അപ്പൊ കളിയിൽ ഭാഷ എങ്ങനെ ഉപയോഗിക്കുക? 1ാം ക്ലാസ്സിലേക്ക് വരുമ്പം തന്നെ തറേന്റെ മുകളിൽ കുറെ ചിത്രം വരച്ചു വെക്കുന്നു. ഇപ്പോഴത്തെ ചിത്രങ്ങളിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, ചലനാത്മകമല്ല ചിത്രങ്ങൾ. ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിനുള്ള ഒരു സാധ്യതയില്ല. ചിത്രം വേറെ കിടക്കുന്നു, സ്കൂളിന്റെ ചുമര് വേറെ കിടക്കുന്നു, ക്ലാസ്സിലെ പഠനം വേറെ നടക്കുന്നു. ഇതാണ് കുഴപ്പമുണ്ടാക്കുക. ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിക്കണം. എങ്ങനെയാണ്? നടന്നു വരുന്നിടത്ത് ഒന്നാമത്തെ അതിന്റെ പടവ് വെക്കുന്നിടത്ത് തന്നെ എന്താണ് ഒരു 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 തവളേന്റെ ചിത്രമാണ്. ഇപ്പൊ തവളേനെ ചവിട്ടുന്നു. അപ്പൊ തവള ഒരു ചാട്ടം ചാടുകയാണ്. ഇങ്ങോട്ട് കുളത്തിലേക്ക്. അടുത്ത വെള്ളത്തിന്റെ ഒരു ബക്കറ്റിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ചിത്രമാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ തവളയും വന്ന് വെള്ളത്തിലേക്ക് വരുന്നു, വെള്ളത്തിൽ വന്ന് പൂവിന്റെ മുകളിലേക്ക് വരുന്നു, പൂവിന്റെ മുകളിൽ നിന്ന് ചെടിയിലേക്ക് വരുന്നു, ചെടിയുടെ മുകളിൽ നിന്ന് ഒരു അരുവിയിലേക്ക് വരുന്നു. അപ്പൊ ചിത്രങ്ങൾ തന്നെ പ്രവർത്തനത്തിനുള്ള ഒരു സംഗതിയാണ്. അവിടെയൊക്കെ നമ്മൾ അതിന്റെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിരിക്കും. അപ്പം കളി എന്നുള്ളത് ഭാഷാപരമായ കഴിവ് വളർത്താൻ ഉപയോഗിക്കാം. 1ാം തരത്തിലെ കുട്ടികൾക്ക് തന്റെ ക്ലാസ് മുറിയിലും തന്റെ വീട്ടിലുമൊക്കെ വസ്തുക്കളുടെ പേര് എഴുതി വെച്ചിട്ടുള്ള ലേബൽ ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് വെക്കാം. പതുക്കെ പതുക്കെ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ കലം, സ്പൂണ്, മേശ, അവർക്ക് വായിക്കാൻ അറിയണമെന്നൊന്നുമില്ല. ഇസ്തിരിപ്പെട്ടി, ചുമര്, വാതില്, TV, ഇതൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടുള്ള കാർഡുകളിലോ അല്ലെങ്കിൽ കട്ടിയുള്ള കടലാസിലോ എഴുതി വെക്കുന്നു. അതിന് ഒരു 2 ദ്വാരം ഇട്ടിട്ട് അതിന് ഒരു മാല ഇടാൻ പറ്റിയ മാതിരി, ഒരു കൊളുത്തിന്റെ മുകളിൽ പിടിപ്പിക്കാൻ പറ്റിയ മാതിരി ഒരു കയറ് കൊണ്ട് കെട്ടുന്നു. അപ്പം ക്ലാസ്സിലെ ഒരു ദിവസത്തെ പ്രവർത്തനം എന്താണ്? നമ്മുടെ ക്ലാസ്സിലുള്ള സാധനങ്ങളുടെ പേരുകൾ എഴുതിയ സ്ലിപ്പുകളാണ് മേശപ്പുറത്തുള്ളത്. ഇത് ഉചിതമായ വസ്തുക്കളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുകയോ അതിന്റെ മുകളിൽ തൂക്കിയിടാൻ പറ്റിയ തൂക്കിയിടുകയോ അല്ലെങ്കിൽ അതിനോട് ചാരി വെക്കുകയോ ചെയ്യാം. എല്ലാവർക്കും പറ്റണ്ട, കുഴപ്പമില്ല, മറ്റൊന്നോട് ചെയ്യട്ടെ. ആ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മറ്റു കുട്ടികൾക്ക് പഠിക്കാം. അതാണ് കണ്ടുപഠിക്കുക എന്ന് പറയുന്നത്, ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഈ പ്രക്രിയ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇത് തന്നെ ചെയ്യരുത്. കുറച്ചു നേരം കഴിഞ്ഞാൽ അധിക നേരം ഇങ്ങനത്തെ ഒരു പണി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ ശ്രദ്ധയുടെ ദൈർഘ്യം അത്ര ഈ പ്രായത്തിൽ പറ്റില്ല.
അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ വേറെ പണിക്ക് പോയിട്ട് വീണ്ടും നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ഇതേ സാധനം തന്നെ എടുക്കണം. അത് എടുക്കുമ്പം നമ്മൾ ആദ്യം ചെയ്ത രൂപത്തിലായിരിക്കരുത് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ സ്പൈറൽ മെത്തേഡ് എന്ന് പറയുന്നത്, ചാക്രിക ആരോഹണ രീതി. ഒരു കാര്യം നിരവധി തവണ ആവർത്തിക്കുമ്പോഴാണ് കുട്ടിയുടെ മനസ്സിൽ അത് ഒരു ശീലമായിട്ട് പതിയുക. ഒരേ തരത്തിൽ ആവർത്തിക്കുന്നതിന് അത് കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല, നമുക്കും താല്പര്യം ഉണ്ടാവുകയില്ല. അതാണ് കാണാപ്പാടം ഉരുവിടുക എന്ന് പറയുന്നത്. അപ്പൊ അത് ജൈവികമായി സർഗാത്മകമായി ആവർത്തിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? ആദ്യം ഈ വാക്കുകളുടെ ലേബലൊക്കെ ഓരോന്നിന്റെ മുകളിൽ കൊണ്ടുവെക്കുക എന്നതിന് പകരം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പം തിരിച്ചിട്ട് വെക്കുക. നമുക്ക് എടുത്തു കൊണ്ടുവെക്കാൻ പറ്റിയ സാധനങ്ങളുടെ പേര് മാത്രമായിരുന്നു സെലക്ട് ചെയ്യുക. അത് ക്ലാസിന്റെ പല ഭാഗത്ത് വെക്കുക. എന്നിട്ട് ആ പ്ലക്കാർഡ് അല്ലെങ്കിൽ എഴുതി വെച്ചതിന്റെ അടുത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവെക്കുക. ഇപ്പൊ ബാഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ബാഗ് എന്ന് വലുതാക്കി എഴുതിയിട്ടുള്ള പ്ലക്കാർഡിന്റെ പിറകിലായിട്ട് ഓരോരുത്തരെ ബാഗ് എടുത്ത് കൊണ്ടുവെക്കണം, നിരനിരക്കനെ വെക്കണം. അപ്പൊ ബാഗൊക്കെ നിരനിരക്കനെ വെക്കുന്ന സ്ഥലം ഇതാണ്. കുട എന്ന് പറയുമ്പോൾ കുടയന്റെ പിൻഭാഗത്തായിട്ട് ഓരോരുത്തരെയും കുട വെക്കണം. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ ആദ്യം വാരി ചെതറിയിട്ട കുടകളൊക്കെ ക്രമത്തിൽ വെക്കുന്നത് പഠിപ്പിക്കാം. അപ്പൊ കുടയുടെ ബാഗ് തന്നെയാണ്, കുട എന്നുള്ളത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പുസ്തകം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്, ബാഗ് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്, ചെരുപ്പ് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്, പെൻസിൽ എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇതിന്റെ വ്യത്യസ്ത രൂപത്തിൽ ഇത് ആവർത്തിപ്പിക്കപ്പെടുമ്പോഴാണ് അത് സർഗാത്മകമാവുക, അത് ക്രിയാത്മകമാവുക. അല്ലാണ്ട് ആവർത്തനം വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, ആവർത്തനത്തിന് എതിരല്ല നമ്മൾ. പക്ഷെ ആവർത്തിക്കുന്നത് നേരത്തെ ആവർത്തിച്ച തരത്തിലാവരുത്. അതിന് ഓരോന്നിന്റെ അകത്തും നേരത്തെ ആവർത്തിച്ചതിന്റെ കൂട്ടത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ടാവും. ഇതിനാണ് ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഒരു ചുറ്റുകോണിന്റെ മുകളിൽ കൂടി നമ്മൾ ഇങ്ങനെ കയറി പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു സ്ഥലത്തെത്തുന്നു, അവിടുന്ന് ചുറ്റുകോണിന്റെ അടുത്തെത്തുമ്പം ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ എത്തും ഒരു ചുറ്റു കഴിഞ്ഞാൽ മേല. പക്ഷെ അത് മേലെയാണ്, ഒരു പടി മേലെയാണ്. വീണ്ടും ഒന്നുകൂടി ചുറ്റിയാൽ നിങ്ങൾ ആദ്യത്തെ സ്ഥാനത്ത് തന്നെ എത്തും. സ്ഥാനം എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ എത്തും, പക്ഷെ അത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്, ചുറ്റുകയാണ്. ഇങ്ങനെ ചുറ്റുകോണിയിലൂടെ കയറുന്നത് പോലെ ചാക്രികമായ ആവർത്തനത്തിലൂടെ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും വ്യത്യസ്തമായ രീതിയിൽ ആവർത്തിച്ചു വരുമ്പം കുട എന്നുള്ളത് കണ്ട് കുട എന്നുള്ളത് വായിക്കാൻ കുട്ടിക്ക് സാധിക്കും. ചെരുപ്പ് എന്നുള്ളത് വായിക്കാൻ സാധിക്കും, കുപ്പായം എന്നുള്ളത് വായിക്കാൻ സാധിക്കും, പുസ്തകം എന്നുള്ളത് വായിക്കാൻ പറ്റും, ക്ലാസ്സിലെ പാത്രം എന്നുള്ളത് വായിക്കാൻ പറ്റും, ബോർഡ് എന്നുള്ളത് വായിക്കാൻ പറ്റും, ബെഞ്ച് എന്നുള്ളത് വായിക്കാൻ പറ്റും. ഇങ്ങനെ ഏത് സന്ദർഭത്തെയും നമുക്ക് ഭാഷാ പഠനത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പൊ കളികൾ ഇതൊരു കളിയാണ്. അപ്പം വിദ്യാഭ്യാസ പ്രധാനമായിട്ടുള്ള കളികൾ ആവിഷ്കരിക്കാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം ഭാഷാ പഠനത്തിന് ഉപയോഗിക്കുന്ന. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? മടുപ്പുണ്ടോ? രാധാകൃഷ്ണൻ മാഷേ, പിന്നെ ആണ്, പിന്നെ സിസ്റ്റം തയ്യാറായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ വൈകി. എന്തേ? ആണ്, സിസ്റ്റം തയ്യാറായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ വൈകിയത്. സോറി സാർ. സാർ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഒന്നും വേണ്ട സാർ. ഓക്കെ, വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂല്യനിർണ്ണയം എന്നുള്ളത് നമ്മൾ പഠിതാക്കളോട് ചോദിക്കാണ്ട് നമ്മൾ തോന്നിയ മാതിരി പറഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് അരസികത്വം ഉണ്ടാവും. അപ്പം പിന്നെ ഞാൻ എടുക്കുന്ന പണി വെറുതെ ആയിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം കളികൾ, ഒന്നാം തരത്തിലെ കളികൾ. ഞാൻ പല സ്കൂളും പോയിട്ടുണ്ട് ടീച്ചർമാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ. അപ്പം ഈ കളികൾക്ക് വളരെ പഞ്ഞമാണ് ടീച്ചർമാർക്ക്. കുട്ടികൾക്ക് ശാരീരികമായ ചലനവും സ്വാതന്ത്ര്യവും അവരുടെ മനസ്സിന്റെ വികാസവും ഉണ്ടാകണമെങ്കിൽ തുറന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടികളെ കളിപ്പിക്കണം. ആ കളിയുടെ ഉള്ളടക്കത്തിന്റെ അകത്ത് ഭാഷാപരമായ ഒരുപാട് ഉള്ളടക്കം നമുക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും. നന്നായി ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനൊരു കളി പറയാം. എന്താണ്, ഇപ്പം ഒന്നാം തരത്തിലെ കുട്ടികളെ നിറങ്ങൾ എഴുതാൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ കുട്ടികളെ വട്ടത്തിൽ നിർത്തിയിട്ട് ടീച്ചറും നിൽക്കുന്നു. എന്നിട്ട് ടീച്ചർ പറയുകയാണ്, നടുക്കുന്ന് നിങ്ങൾ വലത്തോട്ട് ഇങ്ങനെ ഓടണം. വലത്തോട്ട് ഓടുമ്പം വലതു കൈ കൊണ്ട് നടുക്ക് നിൽക്കുന്ന എന്റെ നേരെ വലതു കൈ നീട്ടിയിട്ട് നിങ്ങൾ ചോദിക്കണം,
പിന്നെ എന്ത് നിറം, എന്ത് നിറം, പറയൂ പറയൂ എന്ത് നിറം. അപ്പം അത് താളാത്മകമായി ടീച്ചർ ആദ്യം ചൊല്ലിക്കൊടുക്കുക. അപ്പൊ കുട്ടികൾ, നിങ്ങളെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും, ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ വട്ടത്തിൽ ഓടുമ്പം വലതു കൈ നടുക്കുള്ള ടീച്ചറെ ഭാഗത്തേക്ക് നീട്ടിപ്പിടിച്ച് എന്തു നിറം, എന്തു നിറം, പറയൂ പറയൂ എന്തു നിറം. അപ്പം അത് അല്പം ഗാനാത്മകമായി ടീച്ചർക്ക് ചൊല്ലിക്കൊടുക്കാം. എന്തു നിറം, എന്തു നിറം, പറയൂ പറയൂ എന്തു നിറം, എന്തു നിറം, എന്തു നിറം, പറയൂ പറയൂ എന്ത് നിറം. അപ്പം ശബ്ദം വേണം നല്ല. അപ്പൊ ഒന്നും മിണ്ടാത്ത കുട്ടിയും ഈ കളീൻ്റെ അകത്ത് കൂടുമ്പം അവന്റെ ശബ്ദം തന്നാലെ വന്നോളും. പറയുക എന്നുള്ളത് പഠനത്തിന്റെ, ഭാഷാ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടിക്ക് കളിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഭാഷാപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അപ്പം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടി കളിയിൽ ഏർപ്പെടുമ്പോൾ നിർദ്ദേശങ്ങൾ ലളിതമായിരിക്കണം, കൃത്യമായിരിക്കണം. ഒരു പ്രാവശ്യം പറയുമ്പോഴേക്ക് കുട്ടിക്ക് മനസ്സിലാവണം. മനസ്സിലാവുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയണം. ഒരു കുട്ടിക്കും നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് കളിയിൽ നിന്ന് കുട്ടി പുറത്തായി പോകാൻ പാടില്ല. അപ്പം ടീച്ചർ 1-2 വട്ടം പാടിയാൽ ടീച്ചർ കൈ ഉയർത്തി ഉറക്കെ പറയും കറുപ്പ്. അപ്പം ആ ചുറ്റുവട്ടത്ത് കറുപ്പിന്റെ അംശമുള്ള ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുന്നിൽ പോയിട്ട് കുട്ടികൾ തൊട്ട് നിൽക്കണം. ഈ കളി ചിലപ്പോൾ കളിക്കുണ്ടാവും, ഞാനതിനെ കുറച്ചുകൂടി നാടകീയമാക്കുക. തൊട്ട് നിൽക്കുന്ന എങ്ങനെയായിരിക്കണം? നിശ്ചലമായിട്ടായിരിക്കണം, സ്റ്റില്ലായിരിക്കണം. നമ്മള് നാടകത്തിനൊക്കെ കാണില്ലേ, സ്റ്റില്ലായി പോവുക. നാടകത്തിന്റെ ഒരു രംഗം തീരുമ്പോഴൊക്കെ സ്റ്റില്ലായി പോകില്ല, അതുമാതിരി സ്റ്റില്ലായിരിക്കണം. അപ്പം അന്നേരം നിങ്ങളെ മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുക്കണം, കുട്ടികളെ ഡോക്യുമെന്റ് ആക്കണം. നമ്മളെ 1-ാം ക്ലാസ്സിലെ എല്ലാ പ്രവർത്തനത്തിലും നമുക്ക് ഡോക്യുമെന്റ് ആക്കണം. അപ്പം എന്താകും, കുട്ടികൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കാണും കറുപ്പിന്റെ മുന്നിൽ. ചില കുട്ടികൾക്ക് കറുപ്പ് തിരിച്ചറിയാൻ, കറുപ്പ് എവിടെയാന്ന് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോ എന്താണ്, നമ്മളെ തലമുടി തൊട്ടാ പോരെ, കണ്ണിന്റെ പിരിയം തൊട്ടാ പോരെ, ടീച്ചറെ കണ്ണട തൊട്ടാ പോരെ, എന്തൊക്കെ തൊടാനുണ്ട്. ഇങ്ങനെ കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്നൊക്കെ എഴുതിയിട്ട് പിന്നീട് ആ കളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആവേശത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ നിറങ്ങൾ എഴുതുകയും നിറങ്ങൾ വായിക്കുകയും നിറങ്ങളുള്ള വസ്തുക്കളുടെ പേര് നിറത്തിന്റെ ചൂട്ടിൽ എഴുതാനുള്ള പരിശീലനങ്ങളിലേക്ക് വരിക. ഞാനത് സങ്കീർണമായിട്ടുള്ള ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടത്, എത്ര മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ അതിനെ സാധാരണ നിങ്ങൾ പറയൂ എന്ത് നിറം മിക്കവാറും ക്ലാസ്സിലെ ടീച്ചേഴ്സ് കളിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെ ഒന്നുകൂടി അതിന്റെ നിലവാരം വർദ്ധിപ്പിക്കാനും അതിനെ ചാക്രികമായി ആവർത്തിപ്പിക്കപ്പെടാനും വ്യത്യസ്ത സമയങ്ങളിൽ ഒരേ കളി തന്നെ വ്യത്യസ്തമായ രീതിയിൽ കളിപ്പിക്കുമ്പോഴുമാണ് കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പം കളികള് ഭാഷാ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പാട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് പാട്ട്. പാട്ടിന്റെ ഭാഷാപരമായ ശേഷികൾ എന്തൊക്കെയാണ്? പാട്ട് ഇപ്പം നമ്മള് കുട്ടികളെ വായിക്കാനും എഴുതിപ്പിക്കാനും പഠിപ്പിക്കുന്നത് പണ്ടത്തെ രൂപത്തിലല്ല, പുതിയ രീതിയിലാണ്. ഭാഷയെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഭാഷാ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആശയങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിൽ നിറയേണ്ടത്. ആശയം നിറയുമ്പോൾ മാത്രമാണ്, ഒരു പാത്രത്തിൽ വെള്ളം നിറയുമ്പോഴാണ് അത് തുളുമ്പുക, പുറമേക്ക് ഒഴുകുക. അതുപോലെ ആശയം നിറയുമ്പോഴാണ് ഒരു കുട്ടിക്ക് അത് പുറമേക്ക് ഒഴുകണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒഴുക്കണമെന്ന് തോന്നുക. അതാണ് പ്രകടനം. അപ്പം ആശയം നിറച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആശയം നിറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുമായി ബന്ധിപ്പിച്ച് ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടിക്ക് പ്രകടനം ഉണ്ടാവൂ. അതുകൊണ്ട് വെറും കേവലമായ അക്ഷരങ്ങളെ പഠിപ്പിക്കുക, എഴുതിക്കുക, വായിക്കുക എന്നുള്ള അക്ഷരത്തിന് എന്താ അർത്ഥം? ഒരർത്ഥവുമില്ല. എന്നാൽ കാക്ക എന്ന് പറയുമ്പം അത് കുട്ടീന്റെ മനസ്സിൽ കാക്കയുടെ ഒരു ബിംബം സൃഷ്ടിക്കും, ഉറപ്പാണ്. കാക്ക പറന്നു എന്ന് പറയുമ്പം അത് കുറച്ചുകൂടി ചലനാത്മകമാണ്. കുട്ടിക്ക് എന്നുള്ളതിനെക്കാട്ടും ഇഷ്ടമാണ് കാക്ക, ഒരുപാട് ഇഷ്ടമാണ്. കാക്ക പറന്നു എന്നുള്ളത് കാക്ക എന്നതിനേക്കാൾ ഇഷ്ടമാണ്. കാക്ക അപ്പം കൊത്തി കൊണ്ടുപോയി എന്ന് പറയുന്നത് അതിനേക്കാൾ കുട്ടിയുടെ മാനസിക വ്യാപാരത്തിന് ഇണങ്ങുന്നത്. അപ്പം ആശയങ്ങളിൽ നിന്നാണ് കുട്ടി എന്തിലേക്ക് വരേണ്ടത്? വാക്യത്തിലേക്ക് വരിക. വാക്യത്തിൽ നിന്നാണ് വാക്കിലേക്ക് വരിക. വാക്കിൽ നിന്നാണ് അക്ഷരത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് അക്ഷരാദ്യം ഉണ്ടാക്കി പിന്നെ വാക്കുണ്ടാക്കി പിന്നെ വാക്യം ഉണ്ടാക്കതല്ല. സ്വാഭാവികമായി കുട്ടി 1-ാം തരത്തിന് മുമ്പ് വരുമ്പം തന്നെ ഭാഷ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പം
ആ പ്രയോഗ രീതി തന്നെ നമ്മൾ തുടരണം. പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിൽ അവിടെ വീട്ടുഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. കുട്ടി വീട്ടിൽ പറയുന്നത് വടകരക്കാരാച്ചാൽ വടകരക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവര് അങ്ങനത്തെ മേലടിക്കാരാച്ചാൽ അവിടുത്തെ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാ വിദ്യാഭ്യാസ കാലത്തും അവസാനം വരെ മേലടിക്കാരന്റെ ഭാഷ തന്നെ ഉണ്ടാവണം എന്നല്ല അർത്ഥം. അപരിചിതത്വം ഉണ്ടാവാതിരിക്കാൻ എൻ്റെ വീട്ടിലെ അമ്മയും അല്ലെങ്കിൽ ടീച്ചറും അല്ലെങ്കിൽ മാഷും അച്ഛനും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലൊക്കെ പറയുമ്പോൾ തന്നെ 1ാം ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിഷ്കാരങ്ങൾ വരുത്തിയിട്ട് മാനക ഭാഷയിലേക്ക് കൊണ്ടുപോകാം. അത് അപരിചിതത്വം, ഭീതി, ദുസ്വാതന്ത്ര്യം ഇതൊക്കെ ഒഴിവാക്കാനാണ്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്കിവിടെ ചെയ്യാം എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഭാഷാ പഠനത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഭാഷ പറയാനോ കേൾക്കാനോ വായിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അപ്പൊ കുട്ടിക്ക് ആത്മവിശ്വാസത്തിന് കുറവുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. അപ്പൊ ഞാൻ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പാട്ടുകൾ ആശയങ്ങൾ നിറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു പാട്ട്, തുടക്കക്കാരായ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. ഏറ്റവും ലളിതമായ പാട്ട്. കുട്ടികൾക്ക് കൊടുക്കേണ്ട പാട്ടുകൾ എങ്ങനത്തെ ആയിരിക്കണം? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പാട്ട് ആദ്യഘട്ടത്തിലൊക്കെ 2 വരി 4 വരി പാടും. ഏത് കുട്ടിക്കും 2ഓ 3ഓ പ്രാവശ്യം ടീച്ചർ പാടുമ്പോഴേക്ക് തന്നെ കേൾക്കാൻ പറ്റിയതായിരിക്കണം. തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മിൽ കൊത്തല്ലേ, നമ്മള് തമ്മ കൊത്തിയാലോ നമ്മള് രണ്ടും ചാവുമല്ലോ. തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മ കൊത്തല്ലേ, നമ്മള് തമ്മ കൊത്തിയാലോ നമ്മള് രണ്ടും ചാവുമല്ലോ. അപ്പൊ 2 കുട്ടികൾ തമ്മിൽ ചണ്ട കൂടുന്നുണ്ടെങ്കിൽ ടീച്ചർ വടിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ പാട്ടും കൊണ്ട് അവരെ നടുവിലേക്ക് പോയാൽ മതി. തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മ കൊത്തല്ലേ, നമ്മള് തമ്മ കൊത്തിയാലോ നമ്മള് രണ്ടും ചാവുമല്ലോ. പിന്നെ കുട്ടികളും തമ്മിൽ ചണ്ട കൂടുമ്പോ മറ്റു കുട്ടികൾ പാടുന്ന പാട്ട് ഇതായിരിക്കും. ടീച്ചർ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ തത്തമ്മേ തത്തമ്മേ നമ്മള് തമ്മ കൊത്തല്ലേ, നമ്മള് തമ്മ കൊത്തിയാലോ നമ്മള് രണ്ടും ചാവുമല്ലോ. ഈ പാട്ട് അനവധി പ്രാവശ്യം പാടിയാൽ ടീച്ചർക്ക് ഈ പാട്ട് ബോർഡിൽ എഴുതാം. അതിന് ഇന്ന സമയമൊന്നുമില്ല. തത്തമ്മേ തത്തമ്മേ നമ്മൾ തമ്മിൽ കൊത്തല്ലേ, നമ്മൾ തമ്മിൽ കൊത്തിയാലോ നമ്മൾ രണ്ടും ചാവുമല്ലോ. എന്നിട്ട് വരിന്റെ അടിയിൽ കൂടി വിരൽ ഒടിച്ച് നമ്മൾ ആ പാട്ട് പാടിച്ചു കൊടുക്കുന്നു. കുട്ടികൾ ബോർഡിൽ നോക്കി പാടും. അവർക്ക് വായിക്കാൻ അറിയോ? ഇല്ല, വായിക്കാൻ അറിയില്ല. പക്ഷെ തത്തമ്മേ തത്തമ്മേ നമ്മൾ തമ്മിൽ കൊത്തല്ലേ എന്നുള്ളതാണ് ആദ്യത്തേത് എന്നറിയാം. അതിൽ ആദ്യത്തേത് തത്തമ്മേ എന്നാണ് എന്നറിയാം. അപ്പൊ നമ്മൾ അതിന്റെ അകത്തുനിന്ന് തത്തമ്മേനെ മാറ്റി കിട്ടുക. തത്തമ്മ തത്തമ്മ. പിന്നെ കുട്ടിക്ക് എവിടെ കണ്ടാലും തത്തമ്മ അറിയാം. തത്തമ്മ അറിയാമെങ്കിൽ പതുക്കെ പതുക്കെ തായിലേക്ക് വരാം, തത്തയിലേക്ക് വരാം. പിന്നെ തത്തമ്മ പഠിച്ചാൽ ഈ അമ്മ ഉപയോഗിച്ചുകൊണ്ട് ആയും കൂടി മനസ്സിലാക്കിയാൽ അമ്മ അറിയാം. അപ്പൊ തത്തമ്മയിൽ നിന്ന് തത്തയെടുക്കാം, അമ്മയെടുക്കാം. ഒരർത്ഥം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മാന്നും വേണമെങ്കിൽ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാം. വായിക്കാൻ അറിയാൻ നോക്കാമല്ലോ. തമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു സാധനം ഇല്ല. അതുകൊണ്ട് അത് പൊട്ടയെന്നൊക്കെ പിന്നെ വെക്കാം. പക്ഷെ തമ്മാന്ന് വായിക്കാൻ അറിയാലോ. ഇങ്ങനെ ആശയാവിഷ്കാര രീതിയാണ് നമ്മൾ ഭാഷാ പഠനത്തിന് ഉപയോഗിക്കേണ്ടത്. മഴ 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 പെയ്തു, പുഴ 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 പുഴയൊഴുകി, മഴ പെയ്തപ്പോൾ പുഴയൊഴുകി, മയിലുകളാടി കുയിലുകൾ പാടി, മാനും മുയലും ചാടി എന്ന് പറയുമ്പോൾ ചാടണം. മാനും മുയലും ചാടി എന്ന് പറയുമ്പോൾ ചാടണം. അത് അഭിനയഗാനമായിട്ട് പാടണം. ഈ പാട്ട് എല്ലാവരെ കൊണ്ടും പാടിപ്പിച്ചാൽ ബോർഡിൽ എഴുതാൻ 2 വരി. മഴ 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 പെയ്തു, പുഴ 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 പുഴയൊഴുകി. അപ്പൊ പിന്നീട് അതിനകത്ത് പുഴ എവിടെ മോനെന്ന് ചോദിച്ചാൽ അവൻ ഒരു വടിയെടുത്ത് തൊട്ട് കാണിച്ചു തരും. ഇതാ പുഴ. മഴ എവിടെ കാണിച്ചു തരും. അപ്പൊ അതിന് വേർതിരിച്ച് മഴ എടുക്കാം. അപ്പൊ മഴ പെയ്തു, പുഴയൊഴുകി, മയിലുകളാടി കുയിലുകൾ പാടി, മാനും മുയലും ചാടി എന്ന ആശയം നിറയുമ്പോൾ, ആ ആശയം പാട്ടിലൂടെ പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അത് ആരുടെയും സഹായമില്ലാതെ പ്രകടിപ്പിക്കാൻ സാധിക്കുമ്പോൾ, അത് എഴുതിയ ചിത്രങ്ങൾ, അന്ന് അത് അക്ഷരങ്ങളൊക്കെ ചിത്രങ്ങളാണ്. മഴ മഴ പെയ്തു എന്നുള്ളതൊക്കെ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് മഴ എന്നുള്ള ചിത്രം ഇതാണ് എന്ന് കുട്ടി കണ്ടെത്തുകയാണ്. അപ്പൊ മഴ എന്ന് വായിക്കാൻ സാധിക്കുകയാണ്. പതുക്കെ പതുക്കെ മഴ എന്ന് എഴുതിക്കാൻ പഠിക്കുകയാണ്. ഇങ്ങനെ സ്വാഭാവികമായി ആശയാവിഷ്കാര രീതിയിലാണ് കുട്ടി പഠിക്കേണ്ടത്. ആശയാവിഷ്കാര തത്വം ആശയങ്ങൾ നിറയുന്നു, ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നു,
പ്രകടിപ്പിച്ച ആശയങ്ങളെ എഴുതുന്നത് വായിക്കാൻ പറ്റുന്നു. ആ വായിച്ചതിൽ നിന്ന് അതിന്റെ ഘടകങ്ങളെ വേർതിരിച്ചിട്ട് എടുത്തിട്ട്, എല്ലാ ഘടകങ്ങളും വേണ്ട നമുക്ക് മഴ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ പുഴ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ യാ എന്ന അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പണി ചെയ്തത്. അതിനാണ് നമ്മൾ ആശയ ആവിഷ്കാര രീതി ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ നേടിയെടുക്കുന്ന പരിചയപ്പെടുന്ന അക്ഷരങ്ങളെ ഉപയോഗിച്ച് പുതിയ വാക്കുകൾ ഉണ്ടാകും. ആ പുതിയ വാക്കുകളെ വ്യത്യസ്തമായ ചേരുവകളിലൂടെ പുതിയ വാക്യങ്ങളാക്കി മാറ്റുന്നു. അപ്പം പുതിയ ആശയങ്ങൾ ഉണ്ടാകും. അപ്പൊ ആശയത്തിൽ നിന്ന് വാക്യങ്ങൾ, വാക്യത്തിൽ നിന്ന് വാക്ക്, വാക്കിൽ നിന്ന് അക്ഷരം, അത് മനസ്സിലാക്കിയാൽ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പുതിയ വാക്ക്, പുതിയ വാക്യം, പുതിയ ആശയം. ഇതാണ് ആധുനികമായി മനഃശാസ്ത്രപരമായി ഭാഷാ പഠനത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഏത് പാട്ടാണ് പാടിക്കൂടാത്തത്? ലളിതമായ ഏത് പാട്ടിനെയും വെറും പാട്ടിന് മാത്രമല്ല, ഒച്ച ഉണ്ടാക്കാൻ മാത്രമല്ല, ആ പാടിക്കഴിഞ്ഞാൽ അത് ചൊല്ലാനുള്ള താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ നമുക്ക് വാക്കുകളിലേക്കും അക്ഷരങ്ങളിലേക്കും വാക്യങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് പറ്റിയ പാട്ടുകളായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. ഒരു ടീച്ചർ കയ്യിൽ എത്ര പാട്ട് വേണം? എണ്ണവും കണക്കില്ല. 1ാം ക്ലാസ്സിലെ ടീച്ചർ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 പേജ് നോട്ട് ബുക്കിൽ ഓരോ പേജിന്റെ ഒരു ഭാഗത്ത് മനോഹരമായി എഴുതിയിട്ട് നല്ല തലക്കെട്ടൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ച് 100 പാട്ട്. മേലടി സബ് ജില്ലയിലെ 1ാം ക്ലാസ്സിലെ അധ്യാപകരുടെ കൂട്ടായ്മയ്ക്ക് 100 പാട്ടുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. അതിന് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു പാട്ടുപുസ്തകം ഉണ്ടാക്കുക. എന്താണ്? നമ്മൾ മൂടാടി LP സ്കൂളിലെ ടീച്ചർ തുടങ്ങിയിട്ട് സഞ്ചരിക്കുന്ന പാട്ടുപുസ്തകം. ആ ക്ലാസ്സിലെ 1ാം ക്ലാസ്സിന് പറ്റിയ 1ാം ക്ലാസ്സിന് പറ്റിയ പാട്ട് ഏതാണ്? ചെറിയ പാട്ടായിരിക്കണം, ചെറിയ ആശയങ്ങളായിരിക്കണം, താളത്തിലും ഈണത്തിലും പാടാൻ പറ്റിയതായിരിക്കണം, ദുർഗ്രാഹ്യത ഉണ്ടാവാൻ പാടില്ല, ചിരപരിചിതമായ പദങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്, വളരെ ലളിതമായിരിക്കണം. ആ പാട്ട് ആ സ്കൂളിലെ 1ാം ക്ലാസ്സിലെ ടീച്ചർക്ക് മാത്രമല്ല, വേറെ ക്ലാസ്സിലെ ടീച്ചർമാർക്കും ചെറിയ പാട്ടൊക്കെ അറിയാം, പണ്ടത്തെ നാടൻ പാട്ടറിയാം, ഒക്കെ അറിയാം. അതിൽ ഏറ്റവും നല്ല പാട്ടുകൾ വാങ്ങിയിട്ട് നോട്ട് ബുക്കിന്റെ അകത്ത് മൂടാടി സ്കൂളിന്റെ സംഭാവനയായിട്ട് എഴുതുന്നു. എന്നിട്ട് ആ പുസ്തകം നിങ്ങൾ തൊട്ടടുത്ത് വീമങ്കര സ്കൂളിലേക്ക് കൊടുക്കും. വീമങ്കര സ്കൂളിലെ ടീച്ചർമാര് അവർക്ക് 1ാം ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന പാട്ടുകൾ എഴുതും. അത് കഴിഞ്ഞാൽ അവർ ഗോഖലെ സ്കൂളിലേക്ക് കൊടുക്കും, അവരത് എഴുതുന്നു. അത് അവർ തൃക്കോട്ടൂർ സ്കൂളിലേക്ക് കൊടുക്കുന്നു, അവർ പയ്യോളി സ്കൂളിലേക്ക് കൊടുക്കുന്നു, അവർ പുറക്കാട് സ്കൂളിലേക്ക് കൊടുക്കുന്നു, അവർ തിക്കോടി സ്കൂളിലേക്ക്, ഇങ്ങനെ കൊടുത്ത് എല്ലാ സ്കൂളിലും കൂടിയും കടന്നു വന്നാൽ 200 പേജിന്റെ 2ാം ഭാഗം 3ാം ഭാഗവും ഒക്കെ വേണ്ടി വരും. അത് ഓരോ സ്കൂളുകാർക്കും കൂട്ടിച്ചേർക്കാം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാദമിക് കമ്മിറ്റിക്ക് അത് പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് അതിലെ മികച്ച പാട്ടുകൾ സെലക്ട് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, ഒന്നുകൂടി മനോഹരമാക്കാം. മേലഡിയിലൊക്കെ ഒരുപാട് കവികളും സാഹിത്യകാരന്മാരും ഉണ്ട്. അവർ അധ്യാപകരാണ്. അവരുടെ യോഗം വിളിക്കാം, അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാം. എന്നിട്ട് അവരെ കൊണ്ട് അത് ഒന്നുകൂടി എഡിറ്റ് ചെയ്യിപ്പിക്കാം. അനുഗ്രഹീതരായിട്ടുള്ള നിരവധി അധ്യാപകരുള്ള ഒരു സബ് ജില്ലയാണ് മേലടി. അവിടുത്തെ 1ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ് മാത്രമല്ല, മുതിർന്ന ക്ലാസ്സിലെ ടീച്ചേഴ്സിനെയും അതിന്റെ എഡിറ്റിങ്ങിന് ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ പഠനത്തെ ബാധിക്കാത്ത തരത്തിൽ അവധി ദിവസവും വൈകുന്നേരവും ഒറ്റയ്ക്കും കൂട്ടായും വീട്ടിൽ കൊണ്ടുപോയിട്ടും ചെയ്യാം. അത് പാടി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്താം. നല്ല ഈണങ്ങളാക്കാം. അത് ഈണങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് അധ്യാപികമാര് തന്നെ, ഓരോ സ്കൂളിലെ അധ്യാപികമാര് 10 പാട്ട് ഒരു സ്കൂളിലെ ടീച്ചർമാർ പാടുക, 10 പാട്ട് വേറെ സ്കൂളിലെ ടീച്ചർമാർ പാടുക. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു മത്സരമാക്കാം. സുഹൃത്തുക്കളെ, സർഗാത്മകത പൊട്ടിവിടരുകയും ഒരു മരത്തിൽ നിന്ന് ഇലകളും മുകുളങ്ങളും കായും പൂക്കളും ഉണ്ടാകുന്നത് പോലെ അനർഗളമായ പ്രവാഹം എന്ന് പറയുന്നത് പോലെ അധ്യാപകരുടെ സർഗാത്മകമായിട്ടുള്ള അനർഗളമായ ഒരു പ്രവാഹമാക്കി നമുക്ക് പാട്ടിനെ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ പാട്ടുകൾ ഓരോന്നും ഭാഷാ പഠനത്തിന്, വാക്കിന്റെ അക്ഷരത്തിന്റെ ആശയ രൂപീകരണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പാടും. അപ്പം അങ്ങനത്തെ എത്ര പാട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും? നമ്മൾ പാട്ടിനെ പറ്റി മാത്രം പറഞ്ഞാൽ തന്നെ 1-2 മണിക്കൂർ വേണ്ടി വരും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ പാട്ടുകളാണ് പലതും ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചത്. കാറ്റതടിക്കുന്നേ, മിന്നൽ വീശുന്നേ, ഇടിയത പൊട്ടുന്നേ, കയറും പൊട്ടി ചാളക്കുത്താൻ പശുവതവായുന്നേ. കാറ്റതടിക്കുന്നേ, മിന്നൽ വീശുന്നേ, ഇടിയത പൊട്ടുന്നേ, കയറും പൊട്ടി ചാളക്കുത്താൻ പശുവതവായുന്നേ. തക്കിട തരികിട താളം തുള്ളി മഴയത പെയ്യുന്നേ, തക്കിട തരികിട താളം തുള്ളി മഴയത പെയ്യുന്നേ. തക്കിട തരികിട തരികിട തക്കിട തക്കിട തരികിട തരികിട തക്കിട തക്കിട തരികിട തരികിട തക്കിട തക്കിട തരികിട തക്കിട തരികിട തക്കിട തരികിട തക്കിട തരികിട തക്കിട തക്കിട തരികിട താളം തുള്ളി മഴയത പെയ്യുന്നേ. തക്കിട തരികിട താ
ലം തു ലി മ ഴ യ ത പെ യു നീ. മഴ ചോർന്നു, മഴ നിന്നു. അപ്പം കുട്ടികളുടെ ശാരീരിക ചലനം, ശബ്ദം, അതിന്റെ ഉയർച്ച താഴ്ചകൾ, അതിന്റെ 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 മാത്രകളുടെ വ്യത്യാസങ്ങള്, അങ്ങനെ മഴ ഇല്ലാണ്ടായി പോകുന്ന പോലെ തക്കിട തരികിട എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയാക്കുക. ഇത് ഒരു കലാമേളയായിട്ട് ടീച്ചേഴ്സിന്, താളബോധമുള്ള ടീച്ചേഴ്സിന് ഒന്നാം തരം നായമ്പക പോലെ, പഞ്ചവാദ്യം പോലെ, പാണ്ടിമേളം പോലെ സ്റ്റേജിൽ അവതരിപ്പിക്കാം. ഒരു ഗ്രൂപ്പ് തക്കിട തരികിട തരികിട തക്കിട തക്കിട തരികിട, അപ്പൊ മറ്റേ ഗ്രൂപ്പ് തക്കിട തരികിട 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 തക്കിട 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കലാപരമായി, ഞാൻ അതിന്റെ ബാക്കി കടക്കുന്നില്ല, കലാപരമായി ഉയർത്താം. അപ്പം ഇതൊക്കെ അനുഭവങ്ങളാണ്, ഇതിലൂടെയൊക്കെ ഭാഷ പഠിക്കുന്നുണ്ട്. അപ്പം കാറ്റടിക്കുന്നതും മഴ പെയ്യുന്നതും ഒക്കെ പറയുമ്പോൾ ആശയം നിറയുകയാണ്. അതിന്റെ ഭാഗമായി കാറ്റ്, മഴ, മിന്നല്, ഇടി, പശു കയറ് പൊട്ടിച്ച് ഓടുന്നു, തക്കിട തരികിട എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് നാടൻ പാട്ടിന്റെ ശീലമുണ്ട്, താളമുണ്ട്. ഇത് കവിതാഭ്യാസനത്തിന്, പാട്ട് പഠിക്കുന്നതിന്, കവിത ഈണത്തിൽ ചൊല്ലുന്നത്, അത് ആസ്വദിക്കുന്നതിന്, ഭാഷാപരമായ ആസ്വാദനത്തിന്റെ അടിവാരമിടാൻ പറ്റും. ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നുണ്ട്. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നുണ്ട്. അതായത് പാട്ടിന്റെ അകത്ത് ഒരു ഔത്സുക്യം ഉണ്ടാക്കുക, ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയാണ്. ആനയും ഈച്ചയും കൂടി വരുന്നുണ്ട്, ഇപ്പൊ രണ്ടാളും കൂടി ഭയങ്കര യുദ്ധമായിരിക്കും. ആനയ്ക്ക് പേടിയുണ്ടോ, ഈച്ചയ്ക്ക് പേടിയുണ്ടോ, ആ ഭാവം വേണം നമുക്ക്. എന്നിട്ടോ ആന ഈച്ച മീതെ പോയി, ആന കീഴേ പോയി, ഒന്നും സംഭവിച്ചില്ല. ഈച്ച പറന്ന് മേലോട്ടും പോയി, ആന താഴോട്ടും പോയി. എത്ര പ്രാവശ്യം ആന നടന്നു പോകുമ്പോ ഈച്ച വരുന്നുണ്ട്, ഒരു തമ്മിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുന്നുണ്ടോ? ആനയ്ക്ക് ഈച്ച ഒരു പ്രശ്നമല്ല, ഈച്ചയ്ക്ക് ആനയും ഒരു പ്രശ്നമല്ല. അപ്പം ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഔത്സുക്യം, ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയിട്ട് അതിനെ പൊളിച്ചു കളയുകയാണ്. ആ ട്വിസ്റ്റിലാണ് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവുക. നമ്മൾ സിനിമേന്റെ ട്വിസ്റ്റൊക്കെ പറയല്ലേ, അതുമാതിരി ക്ലാസ്സിലുണ്ട്, നാടകമുണ്ട്, അവിടെയൊക്കെ ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ട്വിസ്റ്റിൽ വരുമ്പോഴാണ് കുട്ടികൾ ചിരിക്കുക. പിന്നെ കുട്ടികൾ ആരും ഇല്ലാത്തപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയും, ഈച്ച മീതെ പോയി, ആന കീഴേ പോയി. പിന്നെ അവര് രണ്ട് കുട്ടികൾ തമ്മിൽ ഓടിക്കളിക്കുമ്പം തട്ടാണ്ട് മുട്ടാണ്ട് അവർ ഓടുമ്പം അവർ തന്നാലെ ആ കളി കളിച്ചിട്ട് അവര് എടുത്ത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ആന കീഴേ പോയി, ഈച്ച മേലെ പോയി എന്ന് പറയാൻ തുടങ്ങി. അവരുടെ നിത്യജീവിതത്തിൽ അവർ ഭാഷ പ്രയോഗിക്കുന്ന, ഇതാണ് ഭാഷാ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം തെങ്ങിനു തെങ്ങോല, പനയ്ക്കു പനയോല, തെങ്ങോലയ്ക്കും പനയോലയ്ക്കും കണ്ടോ നിറമൊന്ന്. തെങ്ങിന് തടിയൊന്ന്, പനയ്ക്ക് തടിയൊന്ന്, തെങ്ങും പനയും മുടി തൊട്ടടി വരെ കണ്ടോ തടിയൊന്ന്. ഇങ്ങനത്തെ നിരവധി പാട്ടുകൾ നമ്മളെ കയ്യിൽ വേണം. അത് ഈണത്തിലും താളത്തിലും ഒരേ ഈണമല്ല. ചില ടീച്ചർമാർക്ക് ഏത് പാട്ട് വന്നാലും ഒറ്റ ഈണയുണ്ടാവും, അത് വലിയ കുഴപ്പമാണ്. അപ്പൊ ഈണം മാറ്റി പിടിക്കണം, ഈണം മാറ്റി ചവിടുക്കണം. അപ്പൊ ഒന്ന് മാറ്റി 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 സ്വന്തം ഉരുവിട്ട് കുളിക്കുമ്പോഴും സ്കൂളിലേക്ക് വരുമ്പോഴും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്തും അതിന് പോകുന്ന സമയത്തും ഒക്കെ നമ്മളെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു വേവലാതിയായിട്ട് വേണം. ഇന്നലെ പാടിയ ട്യൂൺ പോരാ, ആ മാഷ് പാടിയ നല്ല രസമുണ്ടായി, ആ ട്യൂൺ അങ്ങനെയാ കിട്ടുക. ഏതെങ്കിലും ഒരാൾ പാടിയ ട്യൂൺ തന്നെ നിങ്ങൾ പാടണമെന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കുക. അപ്പം അത് ടീച്ചേഴ്സ് ഒന്നിച്ചിരുന്ന് പാടുക. നമ്മളെ ക്ലസ്റ്റർ മീറ്റിങ്ങിലൊക്കെ വാസ്തവത്തിൽ നടക്കേണ്ട ഇതൊക്കെയാണ്. ഒന്നിച്ചിട്ട് അവരവരുടെ അനുഭവങ്ങളും അവരുടെ കഴിവുകളും മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ക്ലസ്റ്റർ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാവണം. മിണ്ടാണ്ട് കുത്തിരിക്കുന്ന അവസരങ്ങളല്ല. ആ പ്രകടനത്തിലൂടെയാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. കുട്ടികളുടെ കാര്യമല്ല, ടീച്ചേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ആ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് കുട്ടികളുടെ മുമ്പിൽ ഇത് പ്രകടിപ്പിക്കണമെന്ന ആവശ്യബോധം കുട്ടിക്കുണ്ടാവും. അപ്പൊ പാട്ട് ഞാൻ അധികം പറയുന്നില്ല. നമുക്ക് നിർമ്മാണവുമായിട്ട് പാട്ടിനെ ബന്ധിപ്പിക്കാം. ഭാഷാ പഠനത്തിന് തന്നെ ഓല കൊണ്ട് ബിപി ഉണ്ടാക്കുക, ഓല കൊണ്ട് പന്തുണ്ടാക്കുക, ഓല കൊണ്ട് പായ ഉണ്ടാക്കുക, ഓല കൊണ്ട് പാമ്പനെ ഉണ്ടാക്കുക, എന്നിട്ട് പാട്ട് പാടും. ഓലപ്പേപ്പി വിളിക്കാമോ, ഓലപ്പന്തു ചമയ്ക്കാമോ, കടലാസൊരു കപ്പൽ ചമച്ചതിലേറി പോകാമോ. ഓലപ്പേപ്പി വിളിക്കാമോ,
ഓലപ്പന്തു ചമയ്ക്കാമോ കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ? മരത്തിലേറാൻ അറിയാമോ ഊഞ്ഞാലിട്ടതിലാടാമോ? മരത്തിലേറാൻ അറിയാമോ ഊഞ്ഞാലിട്ടതിലാടാമോ? എത്താ കൊമ്പത്താടും മങ്കനി എറിഞ്ഞു വീഴ്ത്താമോ? എത്താ കൊമ്പത്താടും മങ്കനി എറിഞ്ഞു വീഴ്ത്താമോ? ഒലപ്പിപ്പി വിളിക്കാമോ ഒലപ്പന്തു ചമയ്ക്കാമോ? കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ? കുളത്തിൽ നീന്താൻ അറിയാമോ മുങ്ങാൻ കുഴിയിട്ടിടാമോ? കുളത്തിൽ നീന്താൻ അറിയാമോ മുങ്ങാൻ കുഴിയിട്ടിടാമോ? ഇടിച്ചു നീന്തി മറുകരയെത്തും മിടുക്കിയാരുണ്ട്? ഇടിച്ചു നീന്തി മറുകരയെത്തും മിടുക്കനാരുണ്ട്? ഒലപ്പിപ്പി വിളിക്കാമോ ഒലപ്പന്തു ചമയ്ക്കാമോ? കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ? ഓല കൊണ്ടൊരു പിപ്പി ഓലപ്പിപ്പി പി പി ഓല കൊണ്ടൊരു പിപ്പി ഓലപ്പിപ്പി. ഓല കൊണ്ടൊരു പന്ത് ഓലപ്പന്ത്. ഓല കൊണ്ടൊരു പായ ഓലപ്പായ. ഓല കൊണ്ടൊരു പാമ്പ് ഓലപ്പാമ്പ്. ഓലപ്പിപ്പി ഓലപ്പന്ത് ഓലപ്പായ ഓലപ്പാമ്പ്. ഓലപ്പിപ്പി വിളിക്കാമോ ഒലപ്പന്തു ചമയ്ക്കാമോ? കടലാസൊരു കപ്പൽ ചമച്ചതിൽ ഏറിപ്പോകാമോ? പാട്ട് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പഠിപ്പിക്കണ്ട, നിങ്ങൾ 2 ആഴ്ച എടുത്തോളി. ആ പാട്ട് പഠിപ്പിക്കുന്നതിൻ്റെ അകത്തുകൂടി എന്തൊക്കെ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുക ഞാൻ പറയുന്നില്ല. എന്തൊക്കെ വായിക്കാനും എഴുതാനും ആണ് സാധിക്കുക. ഇങ്ങനെ താല്പര്യജനകമായ ഭാഷാ പഠനമാണ് തുടക്കം മുതൽ ചെയ്യേണ്ടത്. പാട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഒരു അത് മൈക്കൊന്ന് ഓൺ ചെയ്ത് ഒന്ന് കൈമുട്ടുന്നെങ്കിൽ ഞാൻ കേൾക്കട്ടെ. ഓക്കെ, ശരി, സമ്മതിച്ചു. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു പരിമിതിയാണ്. മറ്റു നമ്മൾ ഒന്നിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആ പാട്ട് നിർത്തണം തോന്നുക വെച്ചാൽ നിർത്താം. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ അത് വേണോ വേണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പം ഞാൻ പാട്ടിന്റെ നിർത്തുകയാണ്. പാട്ട് ഭാഷാ പഠനത്തിന്റെ അത്യുജ്വലമായിട്ടുള്ള ഒരു സങ്കേതമാണ്. കഥകളുടെ കാര്യം പറയേണ്ടതില്ല. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കഥയാണ്. അപ്പോ പിന്നെ എന്താണ്, ഒരു ആമ ഉണ്ടായിരുന്നു. ഒരു ആമയും മുയലും കൂടി പന്തയം വെച്ചു. ഇത് ആ കുട്ടീൻ്റെ അച്ഛനും അമ്മേന്റെ അമ്മയും ഒക്കെ കേട്ട കഥയാണ്. അപ്പൊ കുട്ടി പിന്നെ ഇത് വീട്ടിൽ നിന്ന് കേട്ട കഥയാണ്. ഒരു രക്ഷയില്ലാണ്ട് കുത്തിരിക്കുക ഞങ്ങളുടെ മുമ്പിൽ ഇത് കേൾക്കാൻ. അതുകൊണ്ട് നമ്മൾ പുതിയ കഥകൾ ഉണ്ടാക്കണം, പുതിയ കഥകൾ പറയണം. കഥ പറയുന്നത് എങ്ങനെയാണ്? കഥ പറഞ്ഞാൽ എന്താണ് ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? കഥ പറയുന്നതിനെ കൊണ്ടുള്ള ഭാഷാപരമായിട്ടുള്ള ശേഷികൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അപ്പം കഥ പറയുന്നത് കൊണ്ട് നമുക്ക് അവരുടെ ഭാവന വളർത്താൻ പറ്റും. ഭാഷാ പഠനത്തിന്റെ അടിസ്ഥാനമാണ് ഭാവന വളർത്തുക എന്നുള്ളത്. കഥ പറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരുടെ ആശയ ശ്രവണം പരിശീലിപ്പിക്കാൻ പറ്റും. ആശയ പ്രകടനത്തിന് സാധിക്കും. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഥേന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് അവർക്ക് ഉത്തരം പറയിപ്പിക്കാൻ ഭാഷാപരമായ ബുദ്ധിവികാസം ഉണ്ടാവും. ഏത് വാക്കാണ് എന്താണ് പറയേണ്ടത്, അയ്യോ പറ്റിച്ചു എന്നൊക്കെ പറയുന്ന നേരം അതിന്റെ ഭാവം, അതിന് പിന്നീട് പിൽക്കാലത്ത് നമുക്ക് ചിഹ്നങ്ങളൊക്കെ ചേർക്കുന്നതിന്റെ അടിസ്ഥാനം അതുണ്ടാക്കാൻ പറ്റും. പദസമ്പത്ത് വർദ്ധിക്കും. കഥകൾ കേൾക്കുമ്പോൾ കുട്ടികളുടെ പദസമ്പത്ത് വർദ്ധിക്കും. വൈകാരികമായ വികാസം ഉണ്ടാവും. കഥ ഇങ്ങനെ പുസ്തകത്തിൽ വായിക്കുന്നവരെ പണ്ട് ഒരു കാട്ടിൽ ഒരു കടുവ ഉണ്ടായിരുന്നു, കടുവ ഇങ്ങനെ അങ്ങനെയല്ല പറയുക. അപ്പൊ കാടിന്റെ വർണ്ണനയാണ് ആദ്യം. കാടാണ് അവതരിപ്പിക്കുന്നത്. കാട് കണ്ടിട്ടുണ്ടോ മക്കളെ? കാട്ടിൽ എന്തൊക്കെ മരങ്ങൾ ഉണ്ടാവില്ല? വലിയ മരം ഉണ്ടാവും, ചെറിയ മരം ഉണ്ടാവും, അതിനുള്ള വള്ളി ഉണ്ടാവും,
അതിന്റെ പടർന്നു കിടക്കുന്നവരുണ്ടാവും. ചില സ്ഥലത്ത് കാട്ടിപ്പോയാൽ പ്രകാശം വെളിച്ചോട്ടാവുകയില്ല, അത്ര ഇട്ടത്തോറുന്ന കാടായിരിക്കും, സൂര്യനൊന്നും കാണില്ല, നമുക്ക് തെക്ക് വടക്കേതാ മനസ്സിലാവില്ല. ഇങ്ങനെ കാടിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകും, അതിനുള്ളിൽ ഒരു കടുവ എന്നൊക്കെ പറയുമ്പോഴാണ് കടുവയുടെ ഒരു ക്രൗര്യവും അതിന്റെ ഒരു ഭീകരതയും ഒക്കെ കുട്ടിക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മളെ കടുവയുടെ ചിത്രവും മറ്റും കാണിച്ചത്. അപ്പം കഥ കുട്ടികൾക്ക് വൈകാരികമായ വികാസം ഉണ്ടാക്കും. നല്ല കഥകൾ കുട്ടികൾക്ക് അക്രമവും തെറ്റായ തിന്മകളും നടത്തുന്ന കഥകളല്ല നമ്മൾ പറയുന്നത്. അപ്പം കുട്ടികൾക്ക് മൂല്യബോധം ഡെവലപ്പ് ചെയ്യാൻ കഥകൾ സാധിക്കും, മനോഭാവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ആശയവിനിമയ ശേഷി, കഥ പറയുക, കഥ കേൾക്കുക, കഥയോട് ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടിയുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ കഥകൾ കൊണ്ട് സാധിക്കും. തൻ്റെതായ രീതിയിൽ കഥയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. കഥ വീണ്ടും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത കഥയായിരിക്കും കുട്ടി പറയുക, അതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാക്കി അവന്റെ സ്വന്തമായിരിക്കും. അപ്പൊ സ്വന്തമായ ആഖ്യാനത്തിനുള്ള ശേഷി ഉണ്ടാകും. ക്രിയാത്മകമായ ചിന്ത വളർത്താൻ പറ്റും കുട്ടിക്ക് കഥയിലൂടെ. കഥാപാത്രങ്ങളെ ഏത് കഥാപാത്രമാണോ ഇഷ്ടപ്പെട്ടത്, കുരങ്ങനാണോ, മൃഗമാണോ, പശുവാണോ, കാക്കയാണോ, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ കഥാപാത്രത്തെ വിശകലനം ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കും. സാമൂഹിക പരിസരം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ആത്മവിശ്വാസത്തോടെ പറയാനും ആവിഷ്കരിക്കാനും സാധിക്കും. വായനയിലേക്ക് നയിക്കലാണ്. കേൾക്കുക എന്നുള്ളത്, പറയുക എന്നുള്ളത്, കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിന്റെ ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എന്ന് വരുമ്പം അത് വ്യാഖ്യാനിക്കാൻ, അത് ഡീകോഡ് ചെയ്യാൻ, അത് വായിക്കാൻ കുട്ടികൾക്ക് ഔത്സുക്യമുണ്ടാവും. ആ ഔത്സുക്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം വായന തന്നാലെ നടക്കും. മനോചിത്ര രൂപീകരണം, ഇതിനൊക്കെ ഭാവനയ്ക്ക് തൻ്റെതായ രീതിയിൽ ഈ കഥ ഒരു ടീച്ചർ പറയുമ്പോൾ ടീച്ചറെ മനസ്സിലുണ്ടാവുന്ന ചിത്രമല്ല ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവും. ആ കുട്ടിയുടെ മുൻ അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു 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 പുതിയ ചിത്രമോ, മനോചിത്രങ്ങൾ, വ്യത്യസ്തമായ മനോചിത്രങ്ങൾ. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുകയല്ല ഒരു സമൂഹത്തിന്റെ ഗുണം. വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുക, വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക, വ്യത്യസ്തമായ രീതിയിൽ ഭാവന ചെയ്യുക. അപ്പോഴാണ് ഒരു രാജ്യം സമ്പന്നമാവുക. വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക, പുതിയ പുതിയ പരിഹാരങ്ങൾ ഉണ്ടാവുക, ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ഇതല്ലെങ്കിൽ മറ്റൊന്ന് എടുക്കാമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുക. അതിന് ഈ ചിത്രത്തിന്റെ ഭാവനയുടെ ഘടകം വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കഥകൾ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ഓരോന്നും പ്രധാനപ്പെട്ടത്. എത്ര കഥ ഉണ്ടാവും? നേരത്തെ പാട്ടിനെ കൊണ്ട് പറഞ്ഞതുപോലെ 100 കഥ ഉണ്ടാവും. നമ്മളെ പൂച്ചേന്റെ കഥയുണ്ടല്ലോ, ആ കഥ മുതൽ, ഏത് പൂച്ചേന്റെ കഥ? ഒരു പൂച്ചയും ഒരു അമ്മ പൂച്ചയും 3 കുട്ടിപ്പൂച്ചയും കൂടി ഇങ്ങനെ വെയില് കായുകയായി. കുട്ടിപ്പൂച്ച അമ്മേന്റെ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ പൂച്ച ഒരു ശബ്ദം കേട്ടു. അത് തല ഉയർത്തി നോക്കി, പുറമേക്ക് നോക്കി. എവിടുന്നാണ് ആ ശബ്ദം? അപ്പം കുട്ടിപ്പൂച്ചകളും തല ഉയർത്തി നോക്കി. അപ്പം അമ്മ പൂച്ച മെല്ലനെ കുട്ടിപ്പൂച്ചകളെ അവിടെ നിർത്തിയിട്ട് പുറമെ പോയി നോക്കി വന്നിട്ട് അമ്മ പൂച്ച കുട്ടിപ്പൂച്ചയോട് എന്തോ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? ഒരു വെല്ലുവിളിയാണ്. എന്തായിരിക്കും പറഞ്ഞത്? കുട്ടികൾ പലതും പറയും, പറഞ്ഞോട്ടെ. പറയും, അവിടെ ഒരു കുറുക്കനുണ്ട്, അവിടെ ഒരു പാമ്പുണ്ട്, അവിടെ ഒരു വടി എടുത്തിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോണ്ട. കുട്ടിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. ആ ക്രിയാത്മകത ഉണ്ടാക്കാനുള്ള ഒരു സന്ദർഭമാണ് നമ്മൾ ഈ കഥന്റെ അതുണ്ടായി. അവസാനം ടീച്ചർ പറയും, എന്താ പറഞ്ഞെന്നറിയോ? അമ്മ പൂച്ച വന്ന് കുട്ടിപ്പൂച്ചകളോട് പറഞ്ഞത് മ്യാവ് മ്യാവ് എന്നാ പറഞ്ഞത്. അപ്പോഴാണ് കുട്ടികൾ പൊട്ടിച്ചിരിക്കുക. കാരണം പൂച്ചയ്ക്ക് മ്യാവൂ മ്യാവൂ എന്ന് പറയാനല്ലേ അറിഞ്ഞൂടൂ. മനസ്സിലെന്തോ വെച്ചോട്ടെ, മ്യാവൂ എന്ന് പറയാനല്ലേ അറിഞ്ഞൂടൂ. അപ്പോഴാണ് ഈ കുട്ടികൾ അവര് മാനസികമായി അധ്വാനിച്ചിട്ട് അവർ പറഞ്ഞതിന്റെ രസവും അവർ അനുഭവിച്ചു. അവസാനം ആ കഥയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി. ടീച്ചർ പറഞ്ഞു മ്യാവൂ മ്യാവൂ എന്നാ പറഞ്ഞത്. വേറെ എന്താ പറഞ്ഞത്? അപ്പോൾ അവരെ ഉള്ളിൽ നിന്ന് ഒരു ചിരി പുറമേക്ക് വിട്ടു. ഈ ഉള്ളിൽ നിന്ന് ഒരു ചിരി പുറമേക്ക് വരുന്നതാണ് പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. അപ്പോഴാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ കഥകൾ ഒരുപാട് പറയും. ഒരു അമ്മ പക്ഷി ഒരു മരത്തിന്റെ മുകളിൽ ഒരു കൂടുണ്ടാക്കി. ആ കൂടുണ്ടാക്കി അതിൽ മുട്ട കിട്ടും. അപ്പൊ മുട്ടയുടെ മുകളിൽ അടയിരുന്നു. മുട്ടയ്ക്ക് ചൂട് കിട്ടണ്ടേ, എന്നാലല്ലേ മുട്ട വിരിയൂ. അങ്ങനെ മുട്ട വിരിയാനായി എന്ന് തോന്നുന്നു. അതെങ്ങനെയാ അമ്മ പക്ഷിക്ക് മനസ്സിലായത്? അമ്മ പക്ഷി മുട്ടേന്റെ മുകളിൽ ഇങ്ങനെ അടയിരിക്കുമ്പോ മുട്ടേന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ഇളക്കം. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മുട്ട വിരിയാൻ പോവുകയാണ്. കുറച്ചുകൂടി നേട്ടം കഴിഞ്ഞപ്പോ കുറച്ചുകൂടി വലിയൊരു ഇളക്കം മുട്ടേന്റെ ഉള്ളിൽ നിന്ന്.
അമ്മോ മുട്ട വിരിയാനായല്ലോ, മുട്ട വിരിഞ്ഞ് പുറത്ത് കുഞ്ഞിക്കിളി പുറത്ത് വരുമ്പോ കുഞ്ഞിക്കുളിക്ക് തിന്നാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയില്ലല്ലോ, അമ്മിഞ്ഞ പാല് കൊടുക്കുകയില്ലല്ലോ, കൊത്തി കൊത്തി തിന്നല്ലേ ചെയ്യുക. അപ്പം അമ്മക്കിളി ദൂരോട്ട് പറന്നുപോയി വല്ല പുഴുക്കളെയോ പ്രാണികളെയോ പഴത്തിന്റെ കഷ്ണോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പുറമേക്ക് പറന്നു. കുറച്ചു കഴിഞ്ഞപ്പം അമ്മക്കിളി പറന്നുപോയപ്പം മുട്ടയുടെ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടിയും വലിയൊരിളക്കം, ഇളക്കത്തോടുകൂടി മുട്ട പൊട്ടി കുഞ്ഞിക്കിളി പുറത്തു വന്നു. ചുറ്റുപാട് നോക്കുമ്പം അമ്മയെ കാണുന്നില്ല. അമ്മയെവിടെ? അമ്മയെവിടെ? ഞാൻ ചുരുക്കി പറയാണ്, സമയം ചുരുക്കി പറയാണ്. അപ്പം കുഞ്ഞിക്കിളിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ല. കുഞ്ഞിക്കിളി തിരയുന്നതിന്റെ ഇടയ്ക്ക് മരത്തിന്റെ മുകളിലെ കൂട്ടിൽ നിന്ന് താഴോട്ട് വീണു. ആദ്യമായിട്ടാണ് കുഞ്ഞിക്കിളി താഴോട്ട് വീഴുന്നത്. താഴെ വീണാൽ തലയടിച്ച് വീണ് ചത്തുപോകുന്നൊന്നും കുഞ്ഞിക്കിളി അറിയില്ല. കുഞ്ഞിക്കിളിക്ക് നല്ല സുഖം, ഇങ്ങനെ കിടന്നെടുത്താൽ മതി, താഴോട്ട് ഇങ്ങനെ വലിയ അങ്ങനെ വന്ന് ഭാഗ്യത്തിന് ഒരു പുല്ലില്ലാത്ത വീണതൊന്നും സംഭവിച്ചില്ല. കുഞ്ഞിക്കിളി അവിടെ എണീറ്റു. അമ്മ ഇവിടെ ചുറ്റുപാട് നോക്കി, അമ്മേ അമ്മേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്തൊന്നും അമ്മേനെ കാണുന്നില്ല. അങ്ങനെ കുഞ്ഞിക്കുള്ളി വേഗത്തിൽ അമ്മയെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ അമ്മയുണ്ട് അപ്പുറത്ത്. അപ്പം കുഞ്ഞിക്കിളി പറഞ്ഞു, അമ്മേ അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ നോക്കി. അപ്പോ ആ ജീവി പറഞ്ഞു, അമ്മയോ? ഞാൻ നിന്റെ അമ്മയോ? എന്റെ നിറന്നൊക്കെ കറുപ്പല്ലേ? ഞാൻ കാക്കയാ. ഇതൊക്കെ കാക്ക കുട്ടികളാ. നിന്റെ അമ്മ ഞാനല്ല, നിന്റെ അമ്മ അപ്പുറത്തിട്ടാ കാണും. ഓ, നിങ്ങൾ എന്റെ അമ്മയല്ല, ഞാൻ കരുതി നിങ്ങൾ എന്റെ അമ്മയാണ്. അപ്പം കാക്കയല്ല എന്ന് മനസ്സിലായി. നിരാശയോട് കൂടി എന്നാ വാശിയോട് കൂടി കുഞ്ഞിക്കിളി നടന്നു നോക്കുമ്പോൾ അപ്പുറത്തുണ്ട് ഒരു കുളത്തിന്റെ അകത്ത് അമ്മ ഇങ്ങനെ നീന്തി കളിക്കുന്നു. അപ്പൊ അമ്മോട് പറഞ്ഞു, അമ്മേ ഞാൻ എവിടെയൊക്കെ നോക്കി, അവിടെ പോയിട്ട് ഒരു കറുത്ത ഒരു ജീവിനെ കണ്ടു, അത് അമ്മയാന്ന് വിചാരിച്ചു. അപ്പൊ അത് പറഞ്ഞു, ഞാൻ കാക്കയാണ്, ഞാൻ നിന്റെ അമ്മയല്ല, നിന്റെ അമ്മ എന്നെക്കാട്ടിൽ കറുപ്പല്ല നിറം, നിങ്ങൾക്ക് കറുപ്പല്ലല്ലോ നിറം, നിങ്ങൾ എന്റെ അമ്മയാണോ? നിങ്ങൾ എന്റെ അമ്മയാണോ? അപ്പൊ താറാവ് അടുത്തേക്ക് വന്നു, ഞാൻ നിന്റെ അമ്മയല്ല, എന്റെ കൊക്ക് കണ്ടോ? ഞാൻ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കൊക്കാണ്. എന്റെ കാല് കണ്ടോ? കാല് പൊതിച്ച് കാണിച്ചു, പങ്കായം പോലത്തെ കാലാണ്. ഇതൊക്കെ എന്റെ കുട്ടികളാണ്. മോളെ, ഞാൻ നിന്റെ അമ്മയല്ല കേട്ടോ, നിന്റെ അമ്മ ആകാശത്ത് പറക്കുന്നതാണ്. അപ്പം ചെന്ന് നോക്കും. അപ്പം വാശി കൂടി കുഞ്ഞിക്കിളി വീണ്ടും നടക്കാൻ. അപ്പൊ ആകാശത്ത് കൂടി ഒരു അമ്മക്കിളി പറന്നു വരുന്നു. അപ്പൊ കുഞ്ഞിക്കിളി തുള്ളിച്ചാടി അമ്മേ അമ്മയെന്ന് പറഞ്ഞ് കൈകൊണ്ടൊക്കെ ഇങ്ങനെ വിളിച്ചു. ഹെലികോപ്റ്ററിന്റെ അകത്തെ ആളുകള് ആ കിളിയിൽ കണ്ട് പൊട്ടിച്ചിരിച്ചു. അതൊരു ഹെലികോപ്റ്ററായിരുന്നു. അങ്ങനെ വീണ്ടും നിരാശയോട് പോയി. അങ്ങനെ കുറെ സ്ഥലത്ത് പോകുന്നുണ്ട്, പശുവിന്റെ അടുത്ത് പോകുന്നുണ്ട്, തീവണ്ടിയെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. അപ്പോ അവസാനം ഒരു മണ്ണെടുക്കുന്ന ഒരു JCB കണ്ടു. JCBനെ കണ്ടപ്പോ അത് പക്ഷി അമ്മ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ അതിങ്ങനെ നിൽക്കുമ്പോ JCBന്റെ ഡ്രൈവർ ചോദിച്ചു, എന്താ മോളെ എന്ന് ചോദിച്ചു. എനിക്ക് എന്റെ അമ്മേനെ കാണണമെന്നാണ്. അപ്പൊ JCBന്റെ ഡ്രൈവർ കുഞ്ഞിക്കിളീനെ എടുത്തിട്ട് അതിനെ മാന്തുന്ന ആ പാത്രത്തിന്റെ അകത്ത് വെച്ചിട്ട് JCB പോക്കി കൊടുത്തിട്ട് കൂടിന്റെ അടുത്ത് എത്തിച്ചു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വന്നിട്ട് പിന്നെ കുഞ്ഞിക്കിളിയെ കണ്ടു. അപ്പോ ആ കുട്ടി പറഞ്ഞു, ഞാനിവിടെയൊക്കെ നോക്കി, കാക്കേന്റെ അടുത്ത് പോയി, കാക്ക അമ്മയല്ല എന്ന് പറഞ്ഞു, താറാവ് അമ്മയല്ല എന്ന് പറഞ്ഞു, ഹെലികോപ്റ്റർ അമ്മയല്ല എന്ന് പറഞ്ഞു. അവസാനം ഇങ്ങനെ JCB ആണ് എന്നെ പൊത്തി വന്നത്. അപ്പം അമ്മക്കിളി ചോദിച്ചു, ഞാൻ എന്റെ അമ്മയാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് അമ്മേന്റെ ചൂട് കൊണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവന്നിട്ടുള്ള പിന്നെ പുഴുക്കളെയൊക്കെ കുഞ്ഞിക്കിളിയുടെ വായിലേക്ക് ഇട്ടുകൊടുത്തു. ചിറകിന്റെ ഉള്ളിൽ കൂട്ടിപ്പിടിച്ച് ചൂടോടുകൂടി അവരങ്ങനെ താമസിച്ചു. അപ്പം ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയം വളരെ പ്രധാനം. ഒരു കഥയുടെ അഭിനയം വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന്റെ ടോണ് പ്രധാനപ്പെട്ടതാണ്. ടീച്ചർ പിന്നെ എന്താണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ അളകാണ്ട് കഥ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കുട്ടികളുടെ ഇടയിൽ കൂടി സഞ്ചരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഓരോ കുട്ടിയെയും കഥാപാത്രമാക്കാൻ പറ്റുന്നു. ഈ കഥയിലെ അമ്മക്കിളിയുടെ ചിത്രം, ഒരു മരത്തിന്റെ ഒരു ചിത്രം വരച്ചിട്ട് അതിന്റെ മുകളിൽ അമ്മക്കിളിയുടെ കൂട് കൊണ്ടുവെക്കാം. ഒരു എന്താണ് ബിഗ് പിക്ചറിന്റെ അകത്ത് നമുക്ക് ഇതിനെ ഒട്ടിച്ചു വെക്കാം. ഒരു മരത്തിന്റെ കട്ടൗട്ട് വെക്കാം. ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിന്റെ മുകളിൽ ഒരു കൂടുണ്ടായിരുന്നു, ആ ഒരു കൂടിന്റെ ചിത്രം അവിടെ കൊണ്ടുവെക്കാം. അതിലൊരു അമ്മക്കിളി ഉണ്ടായിരുന്നു, മുട്ട. ഇതിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക്, ഞാൻ വിശദമായി പറയണ്ട, നിങ്ങൾക്ക് പറഞ്ഞാൽ സൂചിപ്പിച്ചത് തന്നെ അറിയാം. ഇങ്ങനെ ആക്കി അവസാനം മറ്റ് ജീവികളെ കാണുന്ന നോക്കിയാക്കാം. ഇതിലൂടെ എത്ര ജീവികളെ പരിചയപ്പെട്ടു, എത്ര സംഭാഷണങ്ങൾ പരിചയപ്പെട്ടു, അത് 2-3 ആവർത്തി പറയുന്നതോടുകൂടി കുട്ടിയോട് ചോദിക്കാം, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ഈ കഥ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കാരണം ജിജ്ഞാസയുണ്ട്. അമ്മേനെ കാണണമല്ലോ, അതിൽ ജിജ്ഞാസയുണ്ട്. അതിൽ വരുന്ന കഥാപാത്രങ്ങൾ കുട്ടികൾക്ക് ചിരപരിചിതമാണ്, അവർക്കറിയാം. അതുകൊണ്ട് അവയുടെ ചിത്രം കണ്ടാൽ അറിയാം
അപ്പൊ ചിത്രം നോക്കിയിട്ട് അതിന്റെ പേര് പറയാം, അതിന്റെ പേര് അവിടെ ഒട്ടിച്ചു വെക്കാം, അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കുഞ്ഞിക്കിളിയാണോ, അമ്മക്കിളിയാണോ, അല്ല താറാവിനെയാണോ, കാക്കയാണോ ചോദിക്കാം. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? അപ്പൊ കഥ പറയുന്നിടത്ത് വെച്ച് നിർത്തിക്കളയരുത്. കഥ പറഞ്ഞതിന് ശേഷമാണ് ഭാഷാവികാസം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, വാക്കുകൾ കണ്ടെത്തുക, ആ വാക്കുകൾ ഉചിതമായ കഥാപാത്രങ്ങളുടെ മേൽ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കടലാസിൽ എഴുതി വെച്ച പ്ലക്കാർഡിന്റെ അടുത്ത് നിങ്ങൾ ഉചിതമായ കഥാപാത്രങ്ങളെ കൊണ്ടുവച്ച് നിരത്തുക. കഥ തൻ്റെതായ രീതിയിൽ പറയുക. കഥയുടെ ക്രമാനുഗതമായി കുട്ടികളെ പറയാൻ പരിശീലിപ്പിക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ആ കഥ ബോർഡിൽ എഴുതി വെക്കുക, ഏറ്റവും ചുരുക്കിയിട്ട്. എന്നിട്ട് കുട്ടികൾക്ക് വായിക്കാനൊന്നും ആയിട്ടൊന്നുമില്ല, ടീച്ചർ അങ്ങ് വായിക്കുക. വായിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അമ്മക്കിളി, മുട്ട, താറാവ്, കാക്ക, മരം, അതൊക്കെ പ്രത്യേക അക്ഷരത്തിൽ നിറത്തിലൊക്കെ എഴുതിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറയുക. വായനയും എഴുത്തും പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഇതൊക്കെ തൊട്ട് കാണിക്കും. അത് പഠനത്തിന്റെ സംഗതി. അപ്പം പാട്ടുകൾ ഉപയോഗിക്കാം, കഥകൾ ഉപയോഗിക്കാം. പാവം ഭാഷാ പഠനത്തിന്, സംഭാഷണത്തിന്, ആശയാവിഷ്കാരത്തിന് ഏറ്റവും നല്ല ഉപാധിയാണ്. നിങ്ങൾ 1ാം ക്ലാസ്സിന്റെ ഒരു മൂല ഒരു പാവ മൂലയായിരിക്കണം. അവിടെ ഒരു കർട്ടനൊക്കെ കെട്ടിയിട്ട് ടീച്ചർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പാവേനെ എടുത്തിട്ട് സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. പാവ പലതരമുണ്ട്. കടലാസിന്റെ കൊണ്ട് വിരലിന്റെ മുകളിൽ ഫിംഗർ പപ്പറ്റ് ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമ്മളെ വാട്ടർ ബോട്ടില് പിന്നെ കൊണ്ട് പാവേനുണ്ടാക്കാം, അതിന്റെ മുഖത്ത് ഉണ്ടാക്കാം. പിന്നെ പൾപ്പ് കൊണ്ട് പാവേനുണ്ട്, അതിലേക്കൂടി പ്രയാസമുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കി കളഞ്ഞ മൃഗത്തിന്റെയും കുട്ടികളുടെയും ഒക്കെ മുഖങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുവന്ന് കുപ്പീന്റെ മുകളിൽ ഒട്ടിച്ച് കുപ്പിക്ക് ഒരു ഉടുപ്പൊക്കെ ഇടിച്ചുകൊണ്ട് നമ്മളെ അധ്യാപികമാർക്കൊക്കെ തുന്നൽ പണി അറിയാം. പഴയ സാരിന്റെയും മാക്സിന്റെയും ഒക്കെ കഷ്ണം എടുത്തിട്ട് നല്ല ഉടുപ്പൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾ പാവകളുടെ ഒരു സഞ്ചയം തന്നെ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഉണ്ടെങ്കിൽ ഓരോ പാഠഭാഗത്തിനെയും പാവയെ ഉപയോഗിക്കാം. പാവ വർത്താനം പറയും പോലെ നാടകീയമായിട്ട് മോഡുലേഷൻ കൊടുത്ത് വർത്താനം പറഞ്ഞാൽ ഏത് കുട്ടിയും അതിനോട് പ്രതികരിക്കും. നിങ്ങളെ ക്ലാസ് വളരെ സജീവമാണ്. ഉറങ്ങിക്കിടക്കുന്ന ക്ലാസ് ഉണ്ടാവുകയില്ല. അത് അധ്യാപികയുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തും. അപ്പം പാവകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാഷാപരമായ പഠനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഭാഷാ പഠനം എന്നുള്ളത്. എന്റെ സമയം നീണ്ടു പോകുന്നു. അതോടൊപ്പം തന്നെ പ്രകൃതി നടത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാസ് മുറിയിൽ ഇരിക്കാതെ പിന്നെ മഴയും വെയിലും വലിങ്ങനില്ലാത്ത സമയത്ത് ചുറ്റുപാടും കാണിച്ചു കൊടുക്കുക. അത് പരിസര പഠനവും ഭാഷാ പഠനവും ഒക്കെയാണ്. വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് ശേഖരിക്കുന്ന ഇലകള്, കല്ലുകള്, ചുള്ളിക്കമ്പുകൾ ഒക്കെ വെച്ചുകൊണ്ട് പ്രദർശനം ഒരുക്കാം. അതിന്റെ പേരുകൾ പറയാം, അതുപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ബഹുമുഖ ബുദ്ധി, ഇതിനകത്തൊക്കെ ബഹുമുഖ ബുദ്ധിയുണ്ട്. ആ ബഹുമുഖ ബുദ്ധിയിലൂടെ പഠനം പുരോഗമിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഭാഷാപരമായ ശേഷി. നിർമ്മാണത്തെ ഉപയോഗിക്കാം, അഭിനയത്തെ ഉപയോഗിക്കാം. ടീച്ചർക്ക് ഒരു മുഖം മൂടി വെച്ചിട്ട്, ഒരു കോഴിയുടെ മുഖം മൂടി പിറകിൽ ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് ഒരു അങ്കവാലിട്ടാക്കുക, ഒരു കോഴിയായിട്ട് വരിക. എന്നിട്ട് പിന്നെ ഒരു കുറുക്കനും കുട്ടിക്ക് ഒരു മാസ്ക് വെച്ചുകൊണ്ട് കുറുക്കനും കോഴിയും കൂടിയുള്ള സംഭാഷണം. അത് കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. കുട്ടികൾ അടുത്ത പ്രാവശ്യം പറയുന്നുണ്ട്, മാഷേ ടീച്ചറെ ഞാനാവാ കുറുക്കൻ, ഞാനാകാ കോഴി എന്ന് പറയാം. ഇങ്ങനെ ചമഞ്ഞ് കളിക്കാൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് പാഠഭാഗത്തെയും ചമഞ്ഞ് കളിക്കലിലൂടെ ഉപയോഗിക്കാം. ചിത്രം വരയ്ക്കാം, കളികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഭാഷാപരമായി മാത്രമല്ല, ഗണിതപരമായും പരിസരപഠനമായിട്ടും കുട്ടികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇതിനകത്തൊക്കെ മൂല്യനിർണയമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് കുട്ടിയുടെ പ്രകൃതം ഈ വിഭിന്നമായ സങ്കേതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭാഷാ പഠനത്തെ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. പരമ്പരാഗതമായ പാഠപുസ്തകം മാത്രം വെച്ച് അത് മാത്രം പറഞ്ഞ് അതിൻ്റെ അകത്തെ വാക്കുകൾ പറയുക, അത് എഴുതിപ്പിക്കുക, അതിൻ്റെ അകത്തെ പാട്ട് മാത്രം പാടുക, എന്നിട്ട് കുട്ടികൾക്ക് എന്താണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ അറിയാം. ഒരു നവീനത ഉണ്ടാവുകയില്ല, ഒരു ജിജ്ഞാസ ഉണ്ടാവുകയില്ല, ടീച്ചറെ കൗതുകത്തോടു കൂടി നോക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ടീച്ചർ ഒരു നടിയായിരിക്കണം, ഒരു പാട്ടുകാരിയായിരിക്കണം, ഒരു ഉളുപ്പില്ലാത്ത ടീച്ചർ ആയിരിക്കണം. കളിക്കാൻ ഉളുപ്പില്ലാത്ത വെച്ചാൽ വേറെ അർത്ഥത്തിൽ എടുക്കണ്ട. ആ ക്ലാസ്സിലെ മാഷുണ്ടല്ലോ, അയാൾ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് തുള്ളി കളിക്കാൻ മടി കാണിക്കരുത്, ഒച്ചയിടാൻ മടി കാണിക്കരുത്, കുട്ടികളെ കൂട്ടി പുറത്തേക്ക് പോകാൻ മടി കാണിക്കരുത്. വളരെ എനർജറ്റിക് ആയി മാറാൻ പറ്റും. അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഒരു 12 മണിയാകുമ്പോഴേക്ക് നിർത്തണമെന്നായിരുന്നു വിചാരിച്ചത്. 12 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കേൾക്കാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വിപുലപ്പെടുത്തണം. നിങ്ങൾ ഈ പഠന പരിപാടിയും ഇത്തരം കാര്യങ്ങളുമൊക്കെ നീട്ടിക്കൊണ്ടു പോകണം, വളർത്തിക്കൊണ്ടുവരണം. ഇത് വിദ്യാഭ്യാസ പ്രക്രിയ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, നമ്മൾ നന്നാവാൻ വേണ്ടി കൂടിയാണ്.
നമ്മൾ പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ശമ്പളം വാങ്ങുന്നതിന് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നതിന് നമുക്ക് ചോറ് തരുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. നമുക്ക് ചോറ്, നമുക്ക് നമ്മളെ വീടുണ്ടാക്കുന്നത്, നമ്മളെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്നത്, വീട്ടുകാര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവരെ പിന്നോക്കക്കാരാക്കി മാറ്റാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ പഠന വേഗത വ്യത്യസ്തമാണ്. ഓരോ കുട്ടിക്കും പഠിച്ചെടുക്കാനുള്ള സമയം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുട്ടികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി എടുത്തിട്ടല്ല ചെയ്യേണ്ടത്, ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ചില കുട്ടികളെ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടും വീട്ടുകാരോട് പറഞ്ഞിട്ട് കുറച്ച് വൈകിട്ട് അവരെ ഞാൻ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടും അവർക്ക് പ്രത്യേകമായിട്ട് മറ്റു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ചില ടീച്ചിങ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്കക്കാരായ കുട്ടികൾ, എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല, ചില കുട്ടികൾ പിന്നോക്കക്കാരുണ്ടാവും. അവർക്ക് ഇതിലും ലളിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആ അനുഭവത്തിലൂടെ സാധിക്കും. ഏത് ടീച്ചറും തന്റെ ക്ലാസ്സിലെ മുഴുവൻ രക്ഷിതാക്കളുമായി നിരന്തരം ബന്ധപ്പെടണം. ഒരു 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 കൊല്ലത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും കുട്ടികളുടെ വീട്ടിൽ പോകാൻ പറ്റണം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുക കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവുമ്പോഴാണ്. എല്ലാ മാസവും കുട്ടികളുടെ ക്ലാസ് PTA നടത്തുമ്പം അതുവരെ കുട്ടികൾ ആർജിച്ചിട്ടുള്ള പാട്ടുകള്, കഥകള്, ചിത്രം വരകള്, ഇത് മുഴുവൻ ടീച്ചർ, അധ്യാപകരെ, രക്ഷിതാക്കളെ കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്തിട്ട് ശേഷം മാത്രമേ മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അപ്പൊ എന്റെ കുട്ടി മോശക്കാരിയല്ല എന്ന് ഒരു പാവപ്പെട്ട രക്ഷിതാവിനോട് ബോധ്യപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസം സാർത്ഥകമാവുക, അർത്ഥവത്താവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭാഷാ പഠനത്തെ മാത്രമായി അടർത്തിയെടുക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് വെച്ച് പറഞ്ഞത്. ഞാൻ തൽക്കാലം നിങ്ങളോട് ഈ പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് സമയം കൂടി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്നെ വിമർശിക്കാനോ എന്നെ തിരുത്താനോ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ ശ്രദ്ധയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സാർ. പ്രിയപ്പെട്ട അധ്യാപകരെ, രാധാകൃഷ്ണ മാഷ്